ഓം ശ്രീ രക്തകണ്ഠായ നമ. രക്തകണ്ഠ സ്വാമിയുടെ മണ്ണിൽ ഇന്ന് 8ാം ഉത്സവമാണ്. ഈ ഒരു കോവിഡ് കാലം ഇല്ലായിരുന്നു എങ്കിൽ നമ്മളെല്ലാം ഇന്ന് ഓമല്ലൂർ ആ 8 കരക്കാരുടെ നാഥന്റെ മണ്ണിൽ ആവരവങ്ങളും ആവേശങ്ങളുമായ ആ പുണ്യഭൂമിയിൽ വന്ന് ചേരേണ്ടതായിരുന്നു. പക്ഷേ ഈ കോവിഡ് കാലം നമ്മെ ഇന്ന് അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് ഉത്സവ കാലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി രക്തകണ്ഠ സ്വാമിക്ക് ശതകോടി പ്രണാമങ്ങളോടുകൂടി ഇത് കണ്ടിരിക്കുവാനും വന്നു ചേരുവാനും കാത്തിരിക്കുന്നവരെ മുഴുവനും ഈ ഒരു പേജിലേക്ക് രക്തകണ്ഠ സ്വാമിയുടെ ക്ഷേത്ര സന്നിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പേജിലേക്ക് എന്റെ ഹൃദയംഗമായ സ്വാഗതം നേരുകയാണ്. ക്ഷേത്രം നാടിന്റെ ഐശ്വര്യമാണ്. ക്ഷേത്ര ദർശനം നമുക്ക് ഐശ്വര്യമാണ്. തീർച്ചയായിട്ടും ഇന്ന് 8ാം ഉത്സവം നടക്കേണ്ട ദിവസമായിരുന്നു. 8 കരക്കാരുടെ ദേശനാഥനായി നിത്യവും ആറാട്ട് കഴിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഓമല്ലൂരപ്പന്റെ തിരുസന്നിധാനം. ചതുശതം ഏറ്റവും വിശിഷ്ടമായ വഴിപാട് കഴിക്കുന്ന പുണ്യസന്നിധാനമാണ്. ഒരുപാട് കമന്റ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്ത് എസ് നായർ, സച്ചു അബി, ഒരുപാട് ആളുകൾ സ്വാമി ശരണം, രഞ്ജിത്ത് എസ് നായർ സ്വാമി ശരണം. കഥകളിയും ഓട്ടംതുള്ളലും അതേപോലെ പാടകവും ചാക്യാർകൂത്തും എന്ന് വേണ്ട ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പണ്ട് കാലം തൊട്ടേ ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്ന ഒരു മണ്ണായിരുന്നു രക്തകണ്ഠ സ്വാമിയുടെ തിരുസന്നിധാനം. കഥകളിപ്പദവും കഥകളിപ്പാട്ടുകളും എല്ലാം അരങ്ങുവാണിരുന്ന സന്നിധാനം. ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ആ ശില്പികൾ, അമ്പലം പണിത ശില്പികൾ ഭഗവാന് സമർപ്പിച്ചു പോയ കൽ ചങ്ങലയും കൽമണിയും കൽനാദസ്വരവുമുള്ള ഒരു പുണ്യഭൂമിയാണ് ആ തിരുസന്നിധാനം. കൽനാദസ്വരം ഈ കാലഘട്ടത്തിലും ഇന്നത്തെ കലാകാരന്മാർ വായിക്കുന്നു എന്നാണ് പറയുന്നത്. ജയശങ്കർ എസ് പിള്ളൈ നമസ്കാരം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമസ്കാരം. ഒരുപാട് കമന്റ്സുകൾ കയറിപ്പോവുകയാണ്. ഹരി ശ്യാം കെ എസ് നമസ്കാരം. അനന്തു പള്ളിയറ നമസ്കാരം. ഹായ് ചേട്ടാ എന്ന് പറയുന്നു. ഹരി ശ്യാം മലയാളപ്പുഴ രാജന്റെ വർണ്ണന ആദ്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. എപ്പോഴും പറയുന്നുണ്ട് മലയാളപ്പുഴ രാജനെ വർണ്ണിക്കണമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മലയാളപ്പുഴ രാജനെ വർണ്ണിച്ചിട്ടേ മടങ്ങുള്ളൂ, യാതൊരു തർക്കവുമില്ല. നമസ്തേ ശൈലേഷ് ചേട്ടാ. നിതിൻ കണ്ണൻ, ചന്ദ്രകാന്ത് വന്നിട്ടുണ്ട് ആനയടിയിൽ നിന്നും. ശ്രീരാഗ് എസ് നായർ ചേട്ടാ നമസ്തേ. ദിലീപ്, ഓമല്ലൂരിലെ വിഷ്ണു വന്നിട്ടുണ്ട് നമസ്കാരം. അമൽ ഹരി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം. ഗോകുൽനാഥ് നമസ്കാരം. ജിതിൻ രാധാകൃഷ്ണൻ നമസ്കാരം. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇടിച്ചു കയറി വരികയാണ്. വളരെ സന്തോഷം. ശ്രീജിത്ത് ആർക്കോട്ട നമസ്കാരം. നമ്മുടെ ജയശങ്കർ എസ് പിള്ളൈ ചേട്ടാ, ഹരിപ്പാട് സ്കന്ദനെ കുറിച്ച് ഇന്ന് മറക്കില്ല. ഒരുപാട് വർണ്ണനകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാൻ സാധിക്കാതെ പോയതാണ്, മറന്നതല്ല. ആ സമയക്കുറവുകൾ കൊണ്ട് 10 ശൈലേഷ് ചേട്ടാ നമസ്കാരം. തെച്ചിക്കോടൻ എത്തി നമസ്കാരം ചേട്ടാ. തീർച്ചയായിട്ടും അർജുൻ ദാസ് തെച്ചിക്കോടൻ എത്തി. അനൗൺസ്മെന്റ് സൂപ്പർ. ഹരീഷാം കെ എസ് പറയുന്നു വളരെ സന്തോഷം. ദീപാജി തൃശ്ശൂരിൽ നിന്നും വാച്ചിങ് ഉണ്ട്. സന്തോഷം. കയറി വരണം, കൂടെ നിൽക്കണം. ഓമല്ലൂരിലെ വിഷ്ണു, ഓമല്ലൂർ മണികണ്ഠൻ. തീർച്ചയായിട്ടും ഓമല്ലൂരിലെ മണികണ്ഠൻ തന്നെയാണ് നമുക്ക് ഇന്ന് തുടക്കം കുറിക്കേണ്ടത്. അതിനു മുൻപ് ആറന്മുള രഘുനാഥനും തിരുവല്ല ജയചന്ദ്രനും മുതൽ ആറന്മുള പാർത്ഥനും മാവേലിക്കര ചക്രപാണിയും അടക്കം എണ്ണം പറഞ്ഞ ഗജവീരന്മാർ എഴുന്നള്ളിച്ചു നിന്ന ആ ആനപ്രേമത്തിന് വിത്തുപാകിയ മണ്ണിൽ പുതുപ്പള്ളി കേശവനും സാധുവും പല്ലാട്ട് ബ്രഹ്മദത്തനും മംഗലാംകുന്ന് അയ്യപ്പനും ശരണയ്യപ്പനും കീഴൂട്ട് വിശ്വനാഥനും തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും അടക്കം നന്ദനും ശങ്കരനാരായണനും ഉണ്ണിക്കുട്ടനും മുതൽ ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയും സാക്ഷാൽ മണികണ്ഠനും ആനപ്രേമത്തിന് വിത്തുപാകിയ മണ്ണാണ് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിയുടെ തിരുസന്നിധാനം. ഒരു സമയം 23 പരം ആനകൾ എഴുന്നള്ളിയ മണ്ണാണ് ഓമല്ലൂര്. മണിയൻ നമ്മുടെ മണിമുത്ത്. നിതിൻ കണ്ണൻ പറയുന്നു. ലതീഷ് കെ പറയുന്നു ഹായ് നമസ്കാരം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് ഓമല്ലൂർ മണികണ്ഠനുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഓമല്ലൂരിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രോയോട് കൂടി തുടങ്ങാം. 8 കരകൾക്കും നാഥനായ ഓമല്ലൂരപ്പൻ വാഴുന്ന മണ്ണാണിത്. അച്ഛൻ കോവിലാറിൻ ആറാടി ആനന്ദമൂർത്തി വാഴുന്ന മണ്ണ്. ചതുശതം നിവേദ്യമർപ്പിച്ച് തൊഴുന്ന ഭക്തന്റെ ഇഷ്ടം നടത്തുന്ന ദേവൻ രക്തകണ്ഠ സ്വാമി വാഴുന്ന ഓമല്ലൂരിന്റെ മണ്ണ്. ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ എഴുന്നള്ളി വന്ന ചരിത്രം കുറിച്ച മണ്ണ്.
ആനകളിൽ ആനയായിരുന്ന സാക്ഷാൽ ആറന്മുള രഘുനാഥനും തിരുവല്ല ജയചന്ദ്രനും മുതൽ ആറന്മുള മോഹനനും പാർത്തനും മാവേലിക്കര ചക്രപാണിയും അടക്കം എണ്ണം പറഞ്ഞ ഗജവീരന്മാർ എഴുന്നള്ളി വന്ന ആനപ്രേമത്തിന് വിത്തുപാകിയ മണ്ണ്. പുതുപ്പള്ളി കേശവനും സാധുവും പല്ലാട്ട് ബ്രഹ്മദത്തനും മംഗലാംകുന്ന് അയ്യപ്പനും ശരണയ്യപ്പനും കീഴൂട്ട് വിശ്വനാഥനും തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും തുടങ്ങി ഓമല്ലൂരിന്റെ നാമം മാതംഗ മലയാളത്തിൽ വിളക്കി ചേർത്ത നന്ദനം ശങ്കരനാരായണനും ഉണ്ണിക്കുട്ടനും മുതൽ ഗോവിന്ദൻകുട്ടി വരെ നിരന്നു നിന്ന മണ്ണ്. ആരൊക്കെ വന്നാലും ആരൊക്കെ നിരന്നാലും ഓമല്ലൂരിന് വീരനായി വാഴുന്ന ഒരു സൂര്യനുണ്ടിവിടെ. ഗജതീഷ്ണതയുടെ ഭാവവൈശിഷ്ട്യം ആവാഹിച്ചെടുത്ത അവൻ വാഴുകയാണിവിടെ. കളിയാക്കലുകളും തള്ളിപ്പറച്ചിലുകളും വെറും പാഴ്ശരമെന്ന് തെളിയിച്ച് കാലം കീഴടക്കിയ ഗജപ്പിറവി ഇനി വരും കാലവും താൻ തന്നെ രാജാവെന്ന് തെളിയിച്ച് ഓമല്ലൂരിന്റെ സിംഹാസനത്തിൽ വാഴുന്ന വീരൻ ഇതാ. മഹിഷിക്ക് മോക്ഷം നൽകി മന്ത്രമൂർത്തിയായ നാമധാരി സാക്ഷാൽ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ വാഴുന്ന മണ്ണ്. അങ്ങനെ ഓമല്ലൂർ മണികണ്ഠൻ വാഴുന്ന മണ്ണ്. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയും ഓമല്ലൂർ മണികണ്ഠനും എല്ലാം ഓടിക്കളിച്ചു വാഴുന്ന മണ്ണ്. ഒരുപാട് കമന്റ്സ് അതിന്റെ ഇടയിൽ കയറി പോകുന്നതുകൊണ്ടാണ് കേട്ടോ വായിക്കാൻ പറ്റാത്തത്. ദയവായി ക്ഷമിക്കണം. വീണ്ടും അത് വരുമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓമല്ലൂർ മണികണ്ഠൻ തന്നെയാണ് ഇന്നത്തെ നായകൻ. ഗുരുവായൂർ ദാമോദർദാസ് തീർച്ചയായിട്ടും പറയും. രാജേഷ് കുറുപ്പ് ഹായ് നമസ്തേ സൂപ്പർ എന്ന് പറയുന്നു. വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ കയറി വരികയാണ്. അനന്തകൃഷ്ണൻ ആർ വളരെ സന്തോഷം. സൂര്യ രഞ്ജിത്ത് സന്തോഷം. വിഷ്ണു ഹരിദാസ് സന്തോഷം. അമൽ മോഹൻ ഓമല്ലൂർ മണികണ്ഠൻ മണിമുത്ത് എന്ന് ഓമല്ലൂരിലെ വിഷ്ണു പറയുന്നു. തീർച്ചയായിട്ടും 1000 സൂര്യന്മാരുടെ പ്രഭ പോൽ ഒരുമ മാറ്റുകൂട്ടുന്ന രക്തകണ്ഠ സ്വാമിയുടെ മണ്ണിൽ ഓടിക്കളിച്ചു വരുന്ന ഒരു പൊന്നോമനയുണ്ട് കേട്ടോ. നെഞ്ചിൽ നിറഞ്ഞ കമ്പവും ചങ്കിൽ തുടിക്കും വികാരവും ആനയെന്ന മഹാമേരുവിന് മുന്നിൽ സമർപ്പിച്ച് ഗജ സംരക്ഷണത്തിനായി കച്ചകെട്ടി ഇറങ്ങിയ ചേകവന്മാർ നയിക്കുന്ന ഗജ സംരക്ഷണ സമിതി ഓമല്ലൂർ നടത്തപ്പെടുകയായി. ഗോളക സമർപ്പണം. ഗജ സംരക്ഷണ സമിതി അവിടെ ആനകൾക്ക് വളരെ പരിപാവനമാകുന്ന പുണ്യഭൂമിയിൽ ഗജ സംരക്ഷണം ഒരുക്കുന്ന ഒരു കൂട്ടം ചുറുചുറുക്കുള്ള യുവാക്കളുടെ കൂട്ടായ്മയുണ്ട്. ഒരുപാട് ഭക്തജനങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതില് ഒരുപാട് നാടിന്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഗജ സംരക്ഷണ സമിതി എന്നുള്ളൊരു സംരംഭം കൂടി ആ മണ്ണിലുണ്ട്. തള്ളിപ്പറഞ്ഞവർക്ക് മുന്നിൽ തലപ്പൊക്കമോടെ ചെന്ന് തന്റെ ഇടം എന്തെന്ന് കാട്ടിക്കൊടുത്ത ആൺപിറപ്പാണവൻ. ഒഴിവാക്കി വിട്ടവർ ഒടുവിൽ ഒരു നോക്ക് കാണാൻ കൊതിച്ചൊരാന ചന്തമാണവൻ. ഒരുപാട് പേരുടെ മാനസത്തിൽ ഒരു വാക്കുകൊണ്ട് ആനക്കമ്പം പകർന്നവൻ ഞങ്ങളുടെ മണിയൻ മണികണ്ഠൻ. ഓമല്ലൂരിന്റെ മണിയനാണവൻ. ഓമല്ലൂരിന്റെ മണികണ്ഠനാണവൻ. ദാ വരികയാണ് അവന്റെ മണ്ണിൽ അവന്റെ ദേവന്റെ മുന്നിൽ ഇതവന്റെ തേരോട്ടം കടന്നു വരുന്നു. ഓമല്ലൂരിന്റെ മാനസപുത്രനാം മണിയൻ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ. കൈപ്പുനീര് സമ്മാനിച്ച കാലത്തോട് പടവെട്ടി കാലഘട്ടങ്ങളെ തന്റെ കാൽ കീഴിൽ ഒതുക്കിയവൻ. ആരുമില്ലാത്ത കാലത്ത് അഭയം കൊടുത്ത് ഓമല്ലൂരിന്റെ മണ്ണിന് അഭിമാനമായി തീർന്നവൻ. ഓമല്ലൂരിന്റെ കൊമ്പനാണ് സാക്ഷാൽ രക്തകണ്ഠ പ്രിയൻ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ. വാക്കുകൾ കൊണ്ട് നോവിച്ചവരോട് പോലും വരവ് കൊണ്ട് മറുപടി കൊടുത്തവൻ. വേണ്ടെന്ന് പറഞ്ഞു വാതിലടച്ചവരെല്ലാം തേടിയെത്തിയ ചരിത്രമുള്ളവൻ. അകറ്റി നിർത്താൻ നിശ്ചയിച്ചവരുടെ മുന്നിൽ നിവർന്നു നിന്ന് കാണിച്ചു കൊടുത്തവൻ. വടക്കൻ ബീഹാറിന്റെ വിരിമാറും കടന്ന് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചവൻ. എങ്കിലും ഒരു നിയോഗം പോലെ ഈ നാടിന്റെ നിയോഗമാകാൻ പല നാടും കടന്ന് പല കടമ്പകളും കടന്ന് വന്നെത്തിച്ചേർന്നവൻ സാക്ഷാൽ ഓമല്ലൂർ മണികണ്ഠൻ. ഓമല്ലൂർ മണികണ്ഠൻ എന്നും ഒരു ആവേശമാണ് ഓമല്ലൂർ നിവാസികൾക്ക്. രക്തകണ്ഠ സ്വാമിയുടെ പൊന്നോമന അജയ് ആനന്ദ് രക്തകണ്ഠ സ്വാമിയെ നമ. തീർച്ചയായിട്ടും സ്വാമിയെ ശരണമയ്യപ്പ. സുദേവ് എസ് മണിയൻ മണിയൻ ഇഷ്ടം എന്ന് അഖിൽ PV. ശ്രീരാഗ് എസ് നായർ മണിയൻ. നവീൻ ബാലാജി ഉഷശ്രീ ആണെന്ന് തോന്നുന്നു.
തോട്ടക്കാട് വിനായക് ദിലീപ് മീനാടം 2 വാക്ക് ആരെ കുറിച്ചാണെന്ന് കണ്ടില്ല. ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് നമ്മൾ പറയും. ഹരീഷാം മലയാലപ്പുഴ രാജനെ കുറിച്ച് പറയണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഗജവർണ്ണനകൾ പറയുവാനാണ് എനിക്ക് ആഗ്രഹം. അതിനിടയിൽ ഈ വരുന്ന എന്താ പറയാ കമന്റ്സ് കൂടി ഒന്ന് നോക്കി പോകണം. ഇതൊരു ഡെവോഷണൽ ഒരു പേജാണ്. തീർച്ചയായിട്ടും ക്ഷമിക്കണം, ഞാൻ എന്റെ പേര് പറയാൻ മറന്നുപോയി. ശൈലേഷ് വൈക്കം, വൈക്കത്ത് നിന്നാണ്, അന്നദാന പ്രഭുവിന്റെ മണ്ണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേജിൽ എന്നെ പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും, കാരണം ഇതൊരു ഡെവോഷണൽ പേജാണ്. ഞാൻ ഉത്സവങ്ങളിൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പൂരപ്പറമ്പുകളിൽ ഓരോ കരിവീരന്മാരെയും ഇതേപോലെ വർണ്ണിച്ച് അവതരിപ്പിക്കുന്ന ഒരു എളിയ ഒരു ആളാണ്. തീർച്ചയായിട്ടും ആദ്യമേ പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്, ആവേശം കൊണ്ട് വിട്ടുപോയതാണ്. ആവേശമാണ് നമ്മുടെ ജീവൻ. ആവേശം തരുന്ന കൂട്ടുകാർ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വിട്ടുപോയത്. ദയവായി ക്ഷമിക്കണം അറിവില്ലാത്തവർ. എന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. തീർച്ചയായിട്ടും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. അർജുൻ ഗജകുമാർ പെട്ടെന്ന് കയറി പോവുകയാണ്. എന്തായാലും മലയാലപ്പുഴ രാജൻ ആര്യാദേവി അന്തർജനം സൂപ്പർ പറയുന്നുണ്ട്. വളരെ സന്തോഷം. മുഖത്തലയിൽ നിന്നാണ്. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പറയും. പിന്നെ ഉണ്ണിച്ചേട്ടന്റെ ആനയെ കുറിച്ച് പറയാതെ ഓമല്ലൂരിൽ നിന്ന് നമുക്ക് പോരാൻ പറ്റുമോ? ഒരിക്കലും പോരാൻ പറ്റില്ല. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടി സുദേവേസ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറയും. മലയേറെ തിങ്ങും മലയാള നാട്ടിൽ ജനിച്ച് 6 മലകൾക്ക് അധിപയായ മലയാലപ്പുഴ വാഴും മഹേശ്വരിക്ക് മകനായി തീർന്നവൻ, മഹാമല ശബരിമല വാഴും മഹർഷി മർദ്ദനൻ അയ്യനൻ എന്റെ മാനസപുത്രൻ, സഖ്യന്റെ ചുണയും ചേലും അഴകുമാണത്തവ മകമ്പടിയാക്കിയവൻ, 6 മുകളിലേറി ആറന്മുളയപ്പന്റെ ഇഷ്ടതോഴൻ, ഷഡങ്കുരേശ്വര പ്രിയ ഗജാധിപതി മാതംഗമാണിക്യം മലയാലപ്പുഴ രാജൻ, 5 മലകൾക്ക് അധിപയായ മലയാലപ്പുഴയിൽ വാഴും മഹേശ്വരി പുത്രനിവൻ, മലകളും പുഴകളും തഴുകി തലോടുന്ന മലമടക്കിന്റെ മടിത്തട്ടിൽ ജന്മം കൊണ്ട് മാതംഗപുത്രൻ, കോന്നിയുടെ കൂട്ടിൽ പഠിച്ച കുട്ടിച്ചട്ടവുമായി മലയാലപ്പുഴ കൈവല്യ രൂപണിക്ക് മുന്നിൽ കേവലം 5 വയസ്സിൽ വന്നു ചേർന്നവനാണിവൻ, സഖ്യപുത്രൻ മലയാലപ്പുഴ രാജൻ. ഒരുപാട് നാളായിട്ട് ചോദിച്ച ഒരു ഗജവർണ്ണനയാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതുകൊണ്ട് സായൻ സുരേഷ് രാമുവിനെ കുറിച്ച് പറയണം. ഓമല്ലൂരിന്റെ സ്വന്തം മണികണ്ഠൻ. നമുക്ക് ഇടയ്ക്ക് ഇതുകൂടി വായിച്ചു പോകേണ്ടത് കൊണ്ടാണ്. രാജേഷ് ഓമല്ലൂർ ഇഷ്ടമായി എന്ന് പറയുന്നു. ഉഷശ്രീ പറയും, നമ്മൾ തീർച്ചയായിട്ടും പറയും. രാജൻ ചേട്ടൻ കിടുവാണ് എന്ന് വിൻസൻ പറയുന്നു. വളരെ സന്തോഷം. അമൽ മോഹൻ രാമനെ കുറിച്ച് നമ്മൾ പറയും. അർജുൻ മോഹൻ മനു രാമനെ കുറിച്ച്, ആദിനാട് സഞ്ജയനെ കുറിച്ച്, ഇത്തിത്താനം വിഷ്ണുനാരായണനെ കുറിച്ച് ഗൂഗിൾ പള്ളിയറ പറയുന്നു. തീർച്ചയായിട്ടും പുതുപ്പള്ളി കേശവൻ സൈജു നമ്മൾ പറയും. ശൈലേഷ് ഏട്ട ഈരാറ്റുപേട്ട അയ്യപ്പൻ ഗൂഗിൾ പറയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പറയുന്നതായിരിക്കും. ഗജകുമാരൻ അർജുൻ പെട്ടെന്ന് കയറിപ്പോവുകയാണ്. എന്തായാലും നമുക്ക് ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടി, അതായത് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ പൊന്നോമന, തീർച്ചയായിട്ടും അത് നമ്മൾ പറയുന്നതാണ്. അതിനു മുൻപ് എനിക്ക് പറയാൻ ഒരു ആഗ്രഹമുള്ളൊരു കാര്യം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് കടന്നു വരാം. കലകൾക്ക് കീർത്തി കേട്ട മണ്ണാണിത്. അറിഞ്ഞു വിളിക്കുന്ന ഭക്തന്റെ മനമറിഞ്ഞു കാക്കുന്ന ഓമല്ലൂരപ്പന്റെ മണ്ണിൽ ഇന്ന് 8ാം ഉത്സവം നടക്കേണ്ട ദിവസം. 8 കരകളുടെ ദേശനാഥൻ 9 ദിവസം ആറാടി അനുഗ്രഹിക്കുന്ന മഹാക്ഷേത്രത്തിൽ ചതുശ്ശതം അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ലെന്നതാണ് വിശ്വാസം. കലകളുടെ കേദാരഭൂമിയിൽ കൽനാദസ്വരം മുഴങ്ങുമ്പോൾ കാലഘട്ടങ്ങൾക്കുമേലെ ഓർമ്മകൾ ഉണരുന്നതും ഇവിടെയാണ്. നിത്യം നടക്കുന്ന കഥകളി പദം കേട്ട് മനം കുളിർക്കുന്ന ജനതയ്ക്ക് കത്തിയും പച്ചയും എത്രയോ നിശ്ചയമാണ്. ഓട്ടൻ തുള്ളലിന്റെ താളവും ഹാസ്യവും ഇവിടെ എത്ര ധന്യമാണ്. പാദം പതിയുന്ന മണ്ണിൽ പെരുമയോടെ വിരിഞ്ഞത് എത്ര പാണ്ഡിയും പഞ്ചാരികളുമാണ്. തലയാട്ടി നിന്ന് തലമുറകളെ ആനപ്രേമത്തിന്റെ കൊടുമുടി എത്തിച്ചത് എത്രയോ കരിവീരന്മാരാണ്. അവർ പകർന്ന വിസ്മയം അണയാത്ത പ്രണയമായി കൊണ്ടു നടക്കുന്ന ഇവിടെ
ഗജ സംരക്ഷണ സമിതിയുണ്ട് ഓമല്ലൂരിന്റെ മണ്ണിൽ. ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി ഗജ ലക്ഷണങ്ങൾക്ക് ഉചിതമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടം യുവത്വമുണ്ട്. ഗജ സംരക്ഷണ സമിതി ഓമല്ലൂർ. ഗജ സംരക്ഷണ സമിതിക്ക് നേതൃത്വം കൊടുത്ത് ഗജഗണങ്ങൾ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന ഒരു ആനപ്രേമിയുണ്ട് ഇവിടെ. ഉടമയായും ഉഗ്രൻ ആനപ്രേമിയായും ആന കേരളത്തിന് വളരെ വേണ്ടപ്പെട്ട ഓമല്ലൂർ ഉണ്ണി. ഓമല്ലൂർ നാടിന്റെ നാമം ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴക്കി അതുല്യ സ്ഥാനമുള്ളയാൾ. ഓമല്ലൂർ മണികണ്ഠനെ ഇടനെഞ്ചിൽ കുടിയിരുത്തിയ ഓമല്ലൂർ ഉണ്ണി എന്ന കളങ്കമില്ലാത്ത ആനപ്രേമി. ഉണ്ണിയേട്ടന്റെ ആഭിമുഖ്യത്തിൽ എത്രയോ വീരന്മാർ ഇവിടെ കൊമ്പും കുംഭയും കൊണ്ട് സ്ഥാനം പിടിച്ചു. ഓമല്ലൂർ നന്ദനായും ഓമല്ലൂർ ഉണ്ണിക്കുട്ടനായും ഓമല്ലൂർ ശങ്കരനാരായണനായും ഇവിടെ നിന്നാന കേരളം കീഴടക്കിയിട്ടുണ്ട് വീരന്മാർ. ഇന്നെല്ലാറ്റിനും പകരക്കാരനായി ഉണ്ണിയേട്ടൻ അരുമയായി ഗോവിന്ദൻ കുട്ടി വാഴുകയാണ് ഇവിടെ. പൂർണ്ണത്രയീശന്റെ ആറാട്ടിന് തിടമ്പേറ്റി ഗോവിന്ദൻ കുട്ടി നിന്നപ്പോൾ ഈ നിമിഷം ഞാൻ പ്രാണൻ വെടിഞ്ഞാലും ധന്യനെന്ന് പറഞ്ഞ ഓമല്ലൂർ ഉണ്ണിയേട്ടന്റെ മാനസപുത്രനാണ് ഗോവിന്ദൻ കുട്ടി. സത്യമാണ്, നമ്മളോടാണ് അത് പറഞ്ഞത് ഉണ്ണിയേട്ടൻ. പൂർണ്ണത്രയീശന്റെ ആറാട്ട് തിടമ്പ് എത്തിയ ആ നിമിഷം, ഇനി ഞാൻ ഇവിടെ വീണുപോയാലും എനിക്കൊന്നുമില്ല, അത്രയും ധന്യതയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ് അത്രയും ആനപ്രേമമാണ്. ആ നിറഞ്ഞ മനസ്സാണ്. വളരെ ബഹുമാനമാണ് എനിക്ക് ഉണ്ണിയേട്ടനോട്. തിരുവൈക്കത്തഷ്ടമിയുടെ നിറസാന്നിധ്യമായി തിരുവൈക്കത്തപ്പന് പീഠം തീർക്കുന്ന ഗോവിന്ദൻ കുട്ടി തൃപ്പൂണിത്തുറ ആറാട്ടടക്കം ഏറ്റുവാങ്ങി തന്റെ യോഗ്യത അരക്കെട്ടുറപ്പിച്ചവൻ. തുറവൂരെ ദീപാവലി മുതൽ മധ്യകേരളം അടക്കി ഭരിച്ചെഴുന്നള്ളുന്ന ഗോവിന്ദൻ കുട്ടി ഓമല്ലൂരിലെ മണ്ണിലെ ഓമൽ കുമാരൻ ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടി. ഒരുപാട് കമന്റുകൾ അതിനിടയിൽ കയറിപ്പോയി, വായിക്കാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും ഉണ്ണിയേട്ടൻ കിടുക്കി ദിലീപ് മീനാടം പറയുന്നു, ഉണ്ണിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമായ ഒരു ആളാണ്. തിരുനക്കര ദേവിദാസനോ എട്ടുനാട് കീർത്തികേട്ട് എട്ടുകരക്കാരുടെ മാനസപുത്രൻ. തീർച്ചയായിട്ടും നമ്മൾ തൃക്കടവൂരപ്പനെ കുറിച്ച് പറയാതെ എങ്ങനെ പോകും ചേട്ടാ, സൂപ്പർ കലക്കി എന്ന് സച്ചു കീഴൂട്ട് ചാന്നാനിക്കാട് വിജയസുന്ദറിനെ കുറിച്ച് ഒരു വാക്ക് പറയണമെന്ന് ആരാണ് പറഞ്ഞത്? ദിലീപ് മീനാടം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചാന്നാനിക്കാട് വിജയസുന്ദർ തന്നെ ആവട്ടെ അടുത്തത്. വലിയ ഉഷശ്രീ തീർച്ചയായിട്ടും നമ്മൾ പറയും. പാലക്കത്ര റാവു അർജുൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലേക്ക് പാലക്കത്തറ റാവുവും വന്നു ചേരും. ചിറക്കൽ കാളിദാസൻ ശംഭു പറയുന്നു. നമുക്ക് ഇങ്ങനെ കമന്റ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്, ഇടയ്ക്ക് കമന്റ്സുകൾ കൂടി വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുന്നത്. എന്തായാലും നമുക്ക് ഗജവർണ്ണനകൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. അതിന് തന്നെയാണ് വന്ന് നിൽക്കുന്നതും. തീർച്ചയായിട്ടും അത് ചോദിക്കുന്നത് പറയാൻ തന്നെയാണ് ആഗ്രഹം. ഒരുപാട് സമയം കളയാതെ ആരെയും മുഷിപ്പിക്കാതെ എത്രയും വേഗം ഏറ്റവും കൂടുതൽ ഗജവർണ്ണനകൾ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകുവാൻ തന്നെയാണ് ആഗ്രഹം. മധുരപ്പുറം കണ്ണനെ അഭിഷേക് ശംഭു എട്ടുനാട് കീർത്തി തീർച്ചയായിട്ടും പറയാം. മധുരപ്പുറം കണ്ണനും പറയാം, ശിവരാജുവും പറയാം, രാമനും പറയാം, ദേവിദാസനും പറയാം, എല്ലാം പറയാം. സമയം കൂടി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ കൂടെയുണ്ട്. ഈ ഒരു ആവേശം കൂടെ നിന്നാൽ, നമ്മളൊരു പൂരപ്പറമ്പിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഒരു ആവേശം കൂടെ നിന്നാൽ, കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൊളിച്ചിരിക്കും. അത് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ രക്തകണ്ഠ സ്വാമിയുടെ അനുഗ്രഹം ഈ നമുക്ക് കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പരിപാടിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നദാന പ്രഭുവിന്റെ മണ്ണിൽ നിന്നുമാണ്. കൂടെ ഉണ്ടാവണം, ആവേശമുണ്ടാവണം. ആവേശമാണ് നമ്മുടെ ജീവൻ ടോൺ. തീർച്ചയായിട്ടും ചാന്നാനിക്കാട് വിജയസുന്ദർ ആണ് ചോദിച്ചത്. പേരെടുത്ത തറവാടിന്റെ പെരുമയുള്ള കൊമ്പനാന തന്നെ കടന്നു വരികയാണ്. വടക്കൻ നാടിന്റെ മണ്ണും കടന്ന് വൈക്കത്തപ്പന്റെ മണ്ണിൽ വാക്കയിൽ വിജയനായി കുട്ടികൊണ്ട പുണ്യം കടന്നു വരുന്നു. ഗജ രൗദ്ര ഭീമൻ ചാന്നാനിക്കാട് വിജയസുന്ദർ. വൈക്കത്തപ്പൻ കൃഷ്ണൻകുട്ടിയാശാൻ മകനെ പോലെ കൊണ്ടു നടന്ന് ചട്ടം പഠിപ്പിച്ച ചട്ടം ബിച്ചന്തം നേരെ വാ നേരെ പോ എന്ന രീതിയിൽ വന്നാൽ നേടിയെടുക്കാൻ മടിക്കാത്ത ഇരട്ടച്ചങ്കൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ആണായി വന്ന്
ചന്തം വിരിയിച്ച് ചാന്നാനിക്കാടിന്റെ ചന്ദ്രശോഭ കാക്കുന്ന തലമുറക്കാരൻ, ചാന്നാനിക്കാടിന്റെ ചങ്കൂറ്റമുള്ള ആനരൂപം ഗജരൗദ്ര ഭീമൻ ചാന്നാനിക്കാട് വിജയസുന്ദർ. അങ്ങനെ ചാന്നാനിക്കാട് വിജയസുന്ദർ രക്തകണ്ഠസ്വാമിയുടെ മണ്ണിൽ അവതരിച്ചിരിക്കുകയാണ്. എട്ടുനാടൻ കീർത്തികേട്ട് എട്ടുകരക്കാര മാനസ ശിവരാജുവിന്റെ തീർച്ചയായിട്ടും നമ്മൾ പറയാതെ പോകുന്നത് എങ്ങനെയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമുക്ക് ശിവരാജുവിന്റെ. അത് തന്നെ ആയിക്കോട്ടെ, എട്ട് നാടും കീർത്തി കേട്ട തൃക്കടപൂരപ്പന്റെ നാടൻ ചന്തമുള്ള കൊമ്പനാന ശിവരാജു നമുക്ക് മുന്നിൽ അവതരിക്കുകയാണ്. ശിവരാജുവിനെ ഞാൻ പ്രേമിക്കുന്ന ഒരു ആനയാണ്. എന്റെ പ്രേമം ശിവരാജുവിനോടാണ്, എന്റെ ആരാധന രാമനോടാണ്, എന്റെ ഭാഗ്യം ആ രാമനാണ്, എന്റെ ഇഷ്ടം കേശവനാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ ശിവരാജു തന്നെ വരട്ടെ. ക്ഷിപ്രപ്രസാദിയായി സാധുജന സംരക്ഷകനായി ക്ഷിപ്രകോപത്തിന്റെ മൂന്നാം തൃക്കണ്ണുമായി മുപ്പാരുമടക്കി വാഴുന്ന തൃക്കടപൂരപ്പന്റെ നാടൻ ചന്തമുള്ള കൊമ്പനാന മാമലവാസന്റെ മടിത്തട്ടിൽ ശബരിമലക്കാട്ടിൽ ഇറ്റിറ്റ് വീഴുന്ന സൂര്യപ്രകാശത്തെയോ ഇരുളിന്റെ ചന്ദ്രശോഭയെയോ സാക്ഷിയാക്കിക്കൊണ്ട് ആന കേരളത്തിന്റെ വീരനായകനാകുവാൻ ജന്മമെടുത്ത കരിവീര വസന്തം പേരെടുത്ത ഉയര കേമന്മാരായ കൊമ്പന്മാർ അഴകോടെ വാഴും ദേശിംഗ നാട്ടിൽ പേരും പെരുമയുമെറും കാലകാല കോവിലിന്റെ കാവലാളായി കോടി കോടി ജനത മാനസത്തിൽ കൊണ്ടു നടക്കുന്ന മാതംഗരത്നം നാട്ടുരാജാവ് ആന കേരളത്തിന്റെ മന്നാടിയാർ സാക്ഷാൽ ഏകസഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. എട്ടുകരക്കാർക്ക് നാഥനായി തൃക്കടപൂരപ്പനും അന്നദാന പ്രഭുവായ തിരുവൈക്കത്തപ്പനും അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പനും ആശ്രിതവത്സലനായ തിരുനക്കരത്തേവരും ആനന്ദദായകനായ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും സാക്ഷാൽ മുഖത്തല മുരാരിയും ഗജവാഹന പ്രിയനായ ഹരിപ്പാട് വേലായുധ സ്വാമിയും ഉദയനാപുരത്തപ്പനും ഇരുന്നെഴുന്നള്ളുന്നത് ഇവന്റെ ഉയർന്ന ശിരസ്സെന്ന തലക്കുന്നിയിൽ ആന കമ്പക്കാരെ അടിതൊട്ട് മുടിയോളം ആവേശഭരിതമാക്കുന്ന ആനച്ചന്തം തിരുവിതാംകൂറിന്റെ പടനായകൻ തൃക്കടപൂരിന്റെ നാമം അതിരുകളും ഭേദിച്ചെത്തിച്ച കടപൂരാൻ ആന കേരളത്തിന്റെ മാതംഗ മന്നാടിയാർ നാട്ടുരാജാവ് തൃക്കടപൂരപ്പന്റെ കൊമ്പനാന മാതംഗ ഗജരാജ പ്രജാപതി കളഭകേസരി ഗജരാജ മന്നാടിയാർ ഏകസഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടപൂർ ശിവരാജു. അങ്ങനെ തൃക്കടപൂർ ശിവരാജു രക്തകണ്ഠസ്വാമിയുടെ മുന്നിൽ തുമ്പി ചുഴറ്റി വന്ന് അവതരിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ശിവരാജുവിനെ ഇത്രയും അധികം മുന്നേ തന്നെ നമുക്ക് പറയാൻ സാധിച്ചത്. നാഗമാണിക്യം പുത്തൻകുളം കേശവനെ കുറിച്ച് ആരാണ് പറഞ്ഞത്? പിടിച്ചു നിർത്താൻ നോക്കിയാൽ ഓടിപ്പോവുകയാണ്. ശൈലശേട 1000 നന്ദി. ദിലീപ് വിനായകൻ, മീനാട് വിനായകൻ, അതേപോലെ എന്റെ മുന്നിൽപ്പെട്ടത് നാഗമാണിക്യം പുത്തൻകുളം കേശവനാണ്. അർജുൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് പാലക്കത്തറ റാവു. തീർച്ചയായിട്ടും രൗദ്രവീരഹസ്ത കുന്നത്തൂർ രാമു ഹരീഷാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഹരീഷം. വിജയസുന്ദർ നമ്മൾ പറഞ്ഞു, കേട്ടില്ലേ ദീപ? വിജയസുന്ദറിനെ നമ്മൾ പറഞ്ഞിരുന്നു, കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പറയാം. കർണനെ പറ്റി പറയുമോ അശോക് കുമാർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് മീനാട് വിനായകനിലേക്ക് പോയിട്ട് ഇപ്പൊ തന്നെ തിരികെ വരാം. ദാ പോയി ദേ വന്നു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മധുരപ്പുറം കണ്ണനെ കുറിച്ച് 2 വാക്കല്ല, കുറച്ചധികം വാക്കുകൾ നമുക്ക് പറയാം. ഓമല്ലൂരിലെ വിഷ്ണു കൈയടിക്കുന്നുണ്ട്. മധുരപ്പുറം അഭിഷേക് സുമൻ, തീർച്ചയായിട്ടും നമ്മൾ പറയും. തടിയനെ കുറിച്ച് പറയാൻ സന്തോഷമാണ്. മധുരപ്പുറം, അതേപോലെ നമ്മുടെ നെടുമ്പാശ്ശേരിയുടെ അഭിമാനം. പ്ലീസ് മുല്ലക്കൽ ബാലകൃഷ്ണനെ കുറിച്ചൊന്ന് പറയണമെന്ന് അനീഷ് ശാന്തി പറയുന്നു. തെച്ചിക്കോട്ടുകാവ് രാമനില്ലാത്ത ആന കേരളമോ? തീർച്ചയായിട്ടും നമ്മൾ പറയും, വെയിറ്റ് ചെയ്യണം. നാടൊരുങ്ങി നാട്ടാരൊരുങ്ങി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന് കരിവീരചന്തം ചാർത്തി കടന്നു വരുന്ന ആണൊരുത്തൻ, 1000 സൂര്യന്മാരുടെ പ്രഭയാവോളം ആവാഹിച്ചെടുത്തവൻ, കണ്ണിന് കുളിർമയേകുന്ന കരിയഴകുകൊണ്ട് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നിറയ്ക്കാൻ പോകുന്ന കരിവീര പ്രമാണി. നിന്നിടവും ചെന്നിടവുമെല്ലാം ഇനി തന്റെ നാമഘോഷം മുഴക്കാൻ വേണ്ട അളവും അഴകും തികഞ്ഞവൻ, കന്നഡ കാട് കൈരളിക്ക് പകർന്നു തന്ന പുണ്യം, ദേശിംഗ നാടിന്റെ വാശിയുള്ള പുത്രൻ, സാക്ഷാൽ ഗജകേസരി മീനാട് വിനായകൻ. അങ്ങനെ
മീനാട് വിനായകൻ, കുളമാക്കിൽ പാർത്ഥസാരഥി, തീർച്ചയായിട്ടും ആരാണത് അയച്ചത്? കുളമാക്കിൽ പാർത്ഥസാരഥി തീർച്ചയായിട്ടും. കടവൂരാൻ പറഞ്ഞു ഗോപി കൃഷ് കൊയിലോൺ, കേട്ടില്ലേ? കടവൂരാൻ നമ്മൾ പറഞ്ഞു, കുളമാക്കിൽ പാർത്ഥസാരഥി പറയുന്നു. പിന്നെന്താ, കർണാപ്പി അനിൽ തീർച്ചയായിട്ടും. സരിത ഹായ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഹായ്. എന്തുണ്ട് വിശേഷം സരിത? ഏട്ടാ പാർത്ഥനെ കുറിച്ച് ശിവരാജു പൊളിച്ചു സച്ചു പറയുന്നു. വളരെ അനിൽ കർണാപ്പി, തീർച്ചയായിട്ടും കർണന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരാം. അരുണിമ പാർത്ഥസാരഥി, ചന്ദ്രകാന്ത് ചോദിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. കടവൂരാൻ ഉയിർ എന്നാണ് പറയുന്നത്. അരുണിമ പാർത്ഥസാരഥിയെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അടുത്തത് തോട്ടേക്കാട് വിനായകൻ 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 കണ്ണൻ കണ്ണൻ എഴുതിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അരുണിമ പാർത്ഥസാരഥി. ചന്ദ്രകാന്ത് ചോദിക്കുന്നു, ചേട്ടാ ഞാൻ കുറെ നേരം പറയുന്നു എന്താണ്? കണ്ണൻ കണ്ണൻകുളങ്ങര മഠം വന്നിരിക്കുകയാണ്. കണ്ണൻ വന്നിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് കണ്ണനെ കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. കണ്ണ നമസ്കാരമുണ്ട്. തിരുനക്കര തേവരുടെ മുന്നിലേക്ക് 2018 നമ്മുടെ പേരല്ലായിരുന്നു പ്രോഗ്രാം ബുക്കിൽ ഉണ്ടായിരുന്നത്, പൂരം അവതരണം എന്നുള്ളൊരു പേരിൽ. അപ്പോ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പറയണമെന്ന്, പക്ഷെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി, പക്ഷെ സാധിച്ചില്ല. പക്ഷേ 2018 മാർച്ച് 20 പൂരം എങ്കിൽ മാർച്ച് 15-16 കൂടിയിട്ടാണ് കണ്ണന്റെ ഒരു കോള് വന്നത്. എന്താണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഭയങ്കര ഒരു അത്ഭുതം നടന്ന പോലെയാണ് എനിക്ക് അന്ന് തോന്നിയത്. വളരെ സന്തോഷമുണ്ട് കണ്ണൻ ആ ഒരു കോള് ചെയ്തതും അതിനൊരു വഴി മരുന്നിട്ട് തന്നതും. എന്തായാലും കണ്ണനെ എനിക്കിഷ്ടമാണ്. കണ്ണൻ വൈക്കത്തിന്റെ അഭിമാനമാണ്. ആനപ്രേമ, അതായത് തെക്കേനട ആന സ്നേഹി സംഘത്തിന്റെ നെടുന്തൂണാണ്. വൈക്കത്തപ്പൻ ആന ഗ്രൂപ്പിന്റെ ആന പ്രേമ സംഘത്തിന്റെ ഒരു അഭിവാച്യ ഘടകമാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. ആതിര വിനോദിനെ കുറിച്ച് പറയുമെന്ന് DOP സണ്ണി ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അരുണിമ പാർത്ഥസാരഥിയിലേക്ക് പോയിട്ട് പോയി ഇപ്പൊ തന്നെ വരാം. തിരുമടിയിലിട്ട് ഹിരണ്യന്റെ മാറുകീറി നിഗ്രഹിച്ച നരസിംഹസ്വാമിയുടെ മണ്ണിൽ ഇനിയിതാ ആനയഴകുകൊണ്ട് എഴുന്നള്ളി നിൽക്കാൻ കടന്നു വരുന്നു തെക്കിന്റെ സിന്ധൂര സൗന്ദര്യം. പൂരങ്ങളുടെ പൂരത്തിന്റെ പാറമേക്കാവ് വിഭാഗത്തിന്റെ തെക്കിന്റെ രണഭേരി മുഴക്കുന്ന മാതംഗ ശ്രീമാൻ വരികയാണ്, വന്നു ചേരുകയാണ്. മയ്യനാടിന്റെ മാനസപുത്രൻ, പേരുകേട്ട കൊമ്പന്മാർ നിറഞ്ഞു നിന്നിരുന്ന അരുണിമ ഗ്രൂപ്പിന്റെ ഇന്നത്തെ താരോദയം ഗജരാജൻ അരുണിമ പാർത്ഥസാരഥി. അർഹിച്ച സ്ഥാനം നൽകി മാതംഗ മലയാളം എന്നുമെന്നും ആരാധിക്കുന്ന മാതംഗ ശ്രീമാൻ. ആന കേരളത്തിന്റെ ചരിത്രത്തിന് ഏറെ പ്രാധാന്യം പകരുന്ന കീറങ്ങാട് തറവാടിലും ഗുരുവായൂരപ്പന്റെ മേൽശാന്തി കുടുംബമാകും നാഗേരിമണയിലും പ്രതാപൻ എന്ന പേരിൽ പ്രൗഢിയോടെ വാണവൻ വന്ന് നിന്ന് തെക്കിന്റെ ഗജപ്പെരുമ വിളംബരം ചെയ്യുകയാണവൻ. പൂരങ്ങളുടെ നിറ സാന്നിധ്യം ഗജരാജമാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി. അങ്ങനെ അരുണിമ പാർത്ഥസാരഥിയും അവതരിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ വലിയ കേശവൻ. ചേട്ടാ വിഷ്ണു, ഏത് വിഷ്ണു ആണ്? രതീഷ് കുളമാക്കിൽ പാർത്ഥസാരഥി നമ്മൾ പറഞ്ഞല്ലോ. സരിത കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പട്ടത്താനം, പെട്ടെന്നാണ് മെസ്സേജ് കയറി പോകുന്നത്. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ അനിൽ ചോദിക്കുന്നു. എറണാകുളം ശിവകുമാറിനെ പറ്റി അഭിഷേക് സുമൻ ചോദിക്കുന്നു. പുത്തൻകുളം കേശവൻ ആയിക്കോട്ടെ, നമുക്ക് പുത്തൻകുളം കേശവനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇതാ ആന കേരളം ഏറെ ആരാധനയോടെ കാത്തു സൂക്ഷിക്കുന്ന ആനപ്പിറവി. നാടിന്റെ മാതംഗ പെരുമ മടിയിലിരുത്തി ആളിക്കുന്ന മാനസപുത്രൻ വന്നു ചേരുന്നു. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. കാലം നിയോഗം കൽപ്പിച്ച് കൊല്ലത്തേക്ക് അയക്കും മുൻപേ കീഴടക്കേണ്ടിയിരുന്ന പൂരപ്പറമ്പുകൾ തന്റെ അഴകുകൊണ്ട് കാലടി ചുവട്ടിലെത്തിച്ച കരിവീരമാണിക്യം. കടന്നുപോയെങ്കിലും അക്ഷരനഗരി എന്നും കാണാൻ കൊതിക്കുന്ന ആനച്ചന്തം. നിലവിന്റെ വെല്ലുവിളികളെയും അളവിന്റെ ആർപ്പു വിളികളുടെയും ശല്യമില്ലാതെ വിലസുന്ന അഴകിന്റെ തമ്പുരാൻ പുത്തൻകുളത്തെ നാട്ടുപ്രമാണി പുത്തൻകുളം കാവേരി കേശവൻ. അതെ, പുത്തൻകുളം കേശവനും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് മംഗലാംകുന്ന് ഗണപതിയെ ഒന്ന് പറയണമെന്ന് പറയുന്നു ഗോപി കൃഷ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ലൈവിലും മംഗലാംകുന്ന് ഗണപതിയെ സ്മരിക്കാറുണ്ട്. ചേട്ടാ കർണനെ പറ്റി പറയണേ എന്ന് ഇല്ല, മറക്കില്ല, തീർച്ചയായിട്ടും പറയും. ശരത്
തിരുനക്കര ശിവൻ, പാമ്പാടി രാജന്, മൗട്ടത്ത് രാജേന്ദ്രൻ. പെട്ടെന്നാണ് മെസ്സേജുകൾ കയറി പോകുന്നത്. പാർത്തൻ ഒരുപാട് മെസ്സേജുകൾ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. അമ്പലപ്പുഴ വിജയകൃഷ്ണൻ, അശ്വിൻ മഞ്ചേരി ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കടേക്കച്ചാലിൽ ഗണേശൻ ചോദിക്കുന്നുണ്ട്. കടേക്കച്ചാൽ ഗണേശൻ, ഗുരുവായൂർ വലിയ കേശൻ. ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരുപാട് സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ അനങ്ങിക്കൊണ്ടിരിക്കുന്നു, ദയവേത് ക്ഷമിക്കണം. വന്നപ്പോൾ അപ്പുക്കുട്ടൻ നായർ എന്താണ് മനസ്സിലായില്ല. തിരുനക്കര ശിവനെ, തീർച്ചയായിട്ടും തിരുനക്കര ശിവനെ കുറിച്ച് പറയും. ചെർപ്പുളശ്ശേരി പാർത്ഥനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെർപ്പുളശ്ശേരി പാർത്ഥനെ കുറിച്ച് ഒരു സ്മരണ നമുക്ക് ഈ സമയത്ത് പറയാവുന്നതാണ്. കുറുമ്പനല്ലാത്ത കറുമ്പന്റെ തിരിച്ചുവരവ്. അതെ, താഴ്ത്തി പറഞ്ഞവർക്ക് തല ഉയർത്തി നോക്കാം. തല താഴ്ത്തി ശീലമില്ലാത്ത തമ്പുരാൻ വരികയാണ്. ഇവൻ സാക്ഷാൽ ഇളമുര തമ്പുരാൻ ചെർപ്പുളശ്ശേരി പാർത്ഥ. നാലാൽ കൂടുന്ന വേദിയെ തലയെടുപ്പിൽ മയക്കുന്ന പാർത്ഥ. കരിങ്കുട്ടി കറുപ്പിൽ കമനീയ കാഴ്ച തീർക്കുന്ന പാർത്ഥ. മുട്ടി നോക്കാൻ വന്നവരെ മുട്ടി നോവിച്ചു വിട്ട പാർത്ഥ. കറുപ്പ് കണ്ട് ഞെട്ടിച്ചവരെ കരുത്ത് കാട്ടി കണ്ണു തുറപ്പിച്ചു ഞെട്ടിച്ചവനായിരുന്നു അവൻ. നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് ചെർപ്പുളശ്ശേരി പാർത്ഥ. ഗിരീഷ് പേരൂരാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറയുന്നതാണ്. മുകുന്ദനെ കുറിച്ച് ലക്ഷ്മി ബ്രിജേഷ് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ചുള്ളിയെ കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്മി കൂടെ നിൽക്കുക. ചുള്ളിയെ കുറിച്ച് നമ്മൾ പറയും. അതിനു മുൻപ് ഒരുപാട് കമന്റുകൾ വന്ന് കുളമാക്കൽ പാർത്ഥസാരഥി പറയുന്നല്ലോ പ്രത്യൂഷ്, കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ശിവസുന്ദർ, ശരൺ അയ്യപ്പൻ, മധു പോപ്സ് പറയുന്നു. രാമൻ ആനേടിയിൽ വന്നപ്പോൾ അത് ശംഭു. എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് രാമൻ ആനേടിയിൽ. ഗോകുൽ പറയുന്നത് ഈരാറ്റുപേട്ട അയ്യപ്പനെയാണ്. ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് തീർച്ചയായിട്ടും ചോദിക്കാം. രതീഷ് മുനി, പരിമണം വിഷ്ണു, ഒരുപാട് കമന്റുകളാണ് വരുന്നത്. ഇതിഹാസങ്ങൾക്ക് പേരുകേട്ട ഈരാറ്റുപേട്ടയുടെ ഇരട്ട ചങ്കന്മാർ ഇടം നെഞ്ചിലേറ്റി അഴകിന്റെ മഴവിൽ കാവടി. കോട്ടയത്തിന് മോടിക്കൂട്ടുന്ന കോട്ടയൻകാരൻ അഴകെന്ന മൂന്നക്ഷരം കൊണ്ട് അളവെന്ന മൂന്നക്ഷരത്തെ നിഷ്പ്രഭമാക്കിയവൻ. അഴകിന്റെ തേരിലേറി ആണത്തം കാണിക്കുന്ന ആൺപിറപ്പ്. വിണ്ണിൽ നിന്ന് മണ്ണിൽ അവതരിച്ച ഇരാവതം. പരവൻ പറമ്പ് തറവാടിന്റെ പ്രൗഢി കാണിച്ചവൻ. എഴുന്നള്ളി നിന്ന മണ്ണിൽ അഴകിന്റെ മഴവിൽ വിരിച്ചവൻ വരികയാണ്. മന്ദം മന്ദം മന്ദാര ശോഭയിൽ മനം മയക്കിയവൻ. മഹിഷിക്ക് മോക്ഷം കൊടുത്ത വില്ലാളി വീരന്റെ നാമവുമായി വിണ്ണിൽ വന്ന ഐശ്വര്യ ശ്രീമാൻ ഐരാവത സമൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ ഗുരുവായൂർ ദാമോദർദാസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഗുരുവായൂർ ദാമോദർദാസിനെ പറയുന്നതാണ്. അതേപോലെ പരിമണം വിഷ്ണുവിനെ കുറിച്ച് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും പരിമണം വിഷ്ണുവിനെ കുറിച്ച് പറയാം. വടക്കൻ ബീഹാറിന്റെ വിരിമാറിൽ വീരപിറവിയെടുത്ത വശ്യസുന്ദരനിത. ചിട്ടയും സ്വഭാവവും കൊണ്ട് ആരെയും ആകർഷിക്കാൻ പോന്നവനിതാ. കടന്നു വരുന്നു പുത്തൻകുളം കടന്ന് പരിമണത്തെത്തി ഒരു നാടിന്റെ നായകനായവൻ. ഗജലോക സമാധാന പ്രിയൻ പരിമണം വിഷ്ണു. സ്വതസിദ്ധമായ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പരിമണത്തെ കൊച്ചു തമ്പുരാൻ പരിമണം വിഷ്ണു. പൂർണ്ണ ത്രീശന്റെ പൊന്മണ്ണിൽ ചങ്ങല കിലുക്കി സാന്നിധ്യം അറിയിച്ച വിഷ്ണു. ആനയടി പൂരത്തിന്റെ ആവേശ സാഗരത്തിൽ ആറാടി എഴുന്നള്ളി വന്ന വിഷ്ണു ഇതാ വരികയാണ്. സാക്ഷാൽ പരിമണം വിഷ്ണു. അതേപോലെ ഈ നേരത്താണ് കുറെ അധികം മെസ്സേജുകൾ കയറി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കുറെ അധികം മെസ്സേജുകൾ വായിക്കാൻ പറ്റുന്നില്ല. ചൈത്രം അച്ചു ചന്തു ചോദിക്കുന്നു. അതേപോലെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. അച്ചുവിനെ കുറിച്ച് കുറച്ച് പറയാം. പിന്നിട്ട കാലഘട്ടങ്ങളിൽ പേരുകേട്ട ഒട്ടനവധി ഗജവീരന്മാരെ ഇത്തിത്താനത്തിന്റെ പൊന്മണ്ണിൽ ആദ്യമായി അവതരിപ്പിച്ച് ഗജസ്നേഹികളുടെ മനം കവർന്ന സമാജം ഇതാ അവരുടെ കൈയും പിടിച്ച് കടന്നു വരികയാണ്.
പാരമ്പര്യം പകർന്നു തന്ന പകിട്ടും നെഞ്ചിനുള്ളിൽ തികഞ്ഞ ആനക്കമ്പവുമായി അമ്മയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ നാലു ദിക്കിലും നാട്ടുവഴികളിലും നിറച്ചു പൊങ്ങുന്ന ആനച്ചൂരിന് മാറ്റുകൂട്ടുവാൻ അവൻ വരികയായി. ചന്തവും ചങ്കൂറ്റവുമുള്ള ചുണക്കുട്ടന്റെ വരവ്, എട്ടു ദിക്കും ഞെട്ടിച്ചെഴുന്നള്ളിപ്പ് കളിയിൽ അഗ്രഗണ്യനായ ആനയഴകന്റെ വരവ്. അതെ, പൊൻപുഴ യുവജന സമാജത്തിന്റെ കൂടെ അവൻ വരികയാണ്. ഇത്തിത്താനത്തിന്റെ പൊന്മണ്ണിൽ ഇന്നലകളിൽ ഇതിഹാസം വിരിയിച്ച വീരയോദ്ധാവ് ഇത്തവണയും വരികയാണ്. ഇളം കാവിലമ്മയെ കണ്ടു വണങ്ങുവാൻ, പോരാടാൻ ഉറച്ച് വീര്യം കാട്ടുവാൻ ഇതിഹാസങ്ങൾ ഉറങ്ങും ഇത്തിത്താനത്തിന്റെ മണ്ണിലേക്ക് ഈ വരുന്നു, ഇതാ കടന്നു വരുന്നു. കാലം കണ്ടു മോഹിച്ച കന്നഡ രാജകുമാരൻ, കോന്നിയിൽ ജനിക്കാതെ കോന്നിയിൽ വളർന്ന കരിവീര തിരുമകൻ. ഒന്ന് കണ്ടാൽ കണ്ണെടുക്കാൻ കൊതിക്കാത്തഴകും, അഴകിന്റെ മുകളിൽ അളവും നിലവും സമന്വയിപ്പിച്ചാൻ പിറപ്പ്. പുത്തൻ പുതിയ ഭാവങ്ങൾക്ക് പടനായകനായപ്പോൾ പുരുഷാരങ്ങളെ അകമ്പടിയാക്കി രണഭേരി മുഴക്കിയവൻ കടന്നു വരികയാണ്. മധു പോക്സ് പറയുന്നു, ശരൺ അയ്യപ്പൻ തഴുത്തല മണ്ണിനെ പറ്റി ഗോപി കൃഷി ചോദ്യം. തഴുത്തല മണ്ണിൽ നിന്നാണ് നമ്മൾ 2015 തുടങ്ങിയത്. എല്ലാ ലൈവിലും നമ്മൾ പറയുന്നുണ്ട്. തഴുത്തല തമ്പുരാന്റെ മണ്ണിൽ നിന്നുമാണ് നമ്മൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. ചിറക്കര ശ്രീറാം അനന്തു വിജയൻ ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ചിറക്കര ശ്രീറാം പറയാം. പെട്ടെന്ന് കാണുന്ന കമന്റുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിനു മുൻപ് ഒരുപാട് കമന്റുകൾ പോയി ചോദിച്ചിരുന്നു. ഗുരുവായൂർ ദാമോദരദാസ്, അതേപോലെ ശരൺ അയ്യപ്പൻ. തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ പറയും. കടയക്കച്ചാൽ ഗണേശൻ പറയും, സരിത ഷൈജു, നമ്മൾ അത് വിട്ടുപോകില്ല, തീർച്ചയായിട്ടും പറയും. ഇപ്പോ ചിറക്കര ശ്രീറാം. അഭീഷ്ടപരദായിനിയായ ആമ്പശ്ശേരി കാവിലമ്മയുടെ തിരുമണ്ണിൽ മഹോത്സവരാവിന് നേരമാകുമ്പോൾ മാതംഗകാന്തി മോഹിച്ച മനസ്സുകളുടെ മണിച്ചിത്രത്താഴ് തുറന്ന് അവതരിക്കും അവൻ. മാതംഗ കുലത്തിന്റെ മഹിമയുള്ള മറ്റൊരു മഹാരാജൻ, പേരുകേട്ട വീരന്മാരിൽ പെരുമയോടെ വാഴുന്ന മണ്ണിൽ നടവച്ചടിവച്ച് വന്ന് 4 ലോകങ്ങളും വിറപ്പിച്ചു നിന്ന വീരയോദ്ധാവ്, കാലം കരുതിയ കിരീടങ്ങളെ കാലടി ചുവട്ടിലെത്തിച്ച കരിവീര തിരുമകൻ, കാലങ്ങളും കാതങ്ങളും കൈകൂപ്പി നിന്ന കലിയുഗ പുണ്യം കടന്നുവരും. കണിശതകൾക്കിതെല്ലാം വിട്ടുവീഴ്ച ചെയ്യാത്ത തെക്കിന്റെ ഉയരക്കേമൻ, തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കളം നിറഞ്ഞാടുന്ന കരിവീരകേമൻ, കളഭ ശൃംഖശ്രേഷ്ഠൻ, ഗജരാജ സാമ്രാട്ട്, സാക്ഷാൽ ചിറക്കര ശ്രീറാം. അങ്ങനെ ചിറക്കര ശ്രീറാമൻ നമുക്ക് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ നമ്മൾ പറഞ്ഞില്ലയോ? അങ്ങനെ ഒരു സംശയമാണ്. എന്തായാലും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ കുറിച്ച് നമ്മൾ പറയാവുന്നതാണ്. അതേപോലെ ഗുരുവായൂർ ദാമോദർ ദാസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആ ഒരു സമയം ഗുരുവായൂരപ്പന്റെ പൊന്നോമനെ കുറിച്ച് ഇപ്പോ 2 വാക്ക് സംസാരിക്കാം. ഗുരുവായൂർ ദാമോദർ ദാസ്. ഭൂമിയിലെ മഹോത്സവം കെങ്കേമമാക്കാനിതാ ജനസാഗരത്തിന് പൂരനഗരിയുടെ പ്രമാണിത്വം കാട്ടിക്കൊടുക്കാൻ കടന്നു വന്നെഴുന്നള്ളുകയാണ് ഒരു ആനച്ചന്തം. കൈയും മെയ്യും കണ്ണും മനസ്സും കാത്തിരിക്കും ജന്മംകുളം പൂരത്തിലേക്ക് ഗുരുവായൂരപ്പന്റെ യോമന പുത്രൻ കടന്നു വരികയാണ്. ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിലെ മേൽശാന്തി കുടുംബം നടയിരുത്തായ മറുനാടൻ ആനച്ചന്തം, മലയാള മണ്ണിന്റെ ചൂടും ചൂരുമറിഞ്ഞു വിളരുന്ന 1-ാം തരം ആൺപിറപ്പ് കടന്നു വരികയാണവൻ. നാരായണപ്രിയൻ ഗുരുവായൂർ ദാമോദർ ദാസ്. ഗുരുവായൂർ ദാമോദർ ദാസ് ശരിക്കും DD എന്നാണ് നമുക്ക് മുന്നിൽ അറിയപ്പെടുന്നത്. ഗുരുവായൂർ ദാമോദർ ദാസ് DD എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ദാമോദർ ദാസ്, അതേപോലെ ഒരുപാട് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന കിരൺ നാരായണൻകുട്ടിയെ പറയാമോ എന്ന് അനന്തു പള്ളിയറ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ശൈലേഷ് ചേട്ട അക്കിക്കാവ് കാർത്തികേയനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുളമാക്കിൽ പാർത്ഥസാരഥി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ വിജയൻ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണാൻ പറ്റാത്തത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീറി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. കാളിദാസൻ തീർച്ചയായിട്ടും. ഹരീഷ് ഹരി പാമ്പാടി രാജൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതുപ്പള്ളി കേശവൻ ചോദിക്കുന്നുണ്ട്.
എന്തായാലും അതിലേക്ക് ഇനി വർത്തമാനം പറഞ്ഞു നിൽക്കാതെ പാമ്പാടി രാജനിലേക്ക് കയറി പോകാം. ഇത്തിത്താനം വിഷ്ണുനാരായണനെ കുറിച്ച് അനീഷ് ചോദിച്ചു. തീർച്ചയായിട്ടും ഇത്തിത്താനം വിഷ്ണുനാരായണനിലേക്ക് കടന്നു വരും നമ്മൾ. അതേപോലെ കല്ലുവാതുക്കൽ ശിവപുരം ചെർപ്പുളശ്ശേരി ചന്ദ്രകാന്ത് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അതും പറയും. നമ്മൾ മറ്റുള്ള കമന്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്തു പറഞ്ഞ 2-3 നമ്മൾ പറഞ്ഞു എന്നാണ് എന്റെ ഒരു തോന്നൽ. സൂരജ് കുന്നത്തൂർ, രാമു എറണാകുളം, ശിവകുമാർ, ഇത്തിത്താനം വിഷ്ണുനാരായൺ, അനീഷ്. എന്തായാലും പാമ്പാടി രാജനിലേക്ക് കടന്നിട്ട് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു വരാം. വീരന്മാരുടെ പേരിനും ധീരന്മാരുടെ തേരോട്ടത്തിനും ഏറെ സാക്ഷ്യം വഹിച്ച മണ്ണിലേക്ക് ആന കേരളത്തിന്റെ കതിർവില്ലഴകൻ കടന്നു വരുന്നു. നടവച്ചടിവച്ച് 4 ലോകങ്ങളും അഴകിൽ നമിക്കും പെരുമാൾ കടന്നു വരുന്നു. ആണത്തത്തിന് അഴകിന്റെ വനമാലയാണ് ഈ ചാന കേരളത്തിന്റെ ഗന്ധർവൻ കടന്നു വരുന്നു. അളവ് കൊണ്ട് വീമ്പ് പറയുന്നവർ, അഴക് കൊണ്ട് വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരേ ഒരു വിശ്വരൂപം. കോടനാടിന്റെ കൂരൂരിൽ കാടും കടന്ന് കോട്ടയം പട്ടണത്തിൽ വന്ന് കിരീടം ചൂടിയ കതിർവില്ലഴകൻ. മണിയനും അരവിന്ദാക്ഷനും വൈക്കം ചന്ദ്രശേഖരനുമാണ് മൂടങ്കല്ലുങ്കൽ തറിയുടെ മടിത്തട്ടും കിടന്ന് അക്ഷരങ്ങൾ തീജ്വാല തീർക്കും അക്ഷരനഗരിയുടെ ഗജരാജനായകൻ. പ്രായം തികഞ്ഞപ്പോൾ പാറമേക്കാവിലമ്മയ്ക്ക് പീഠം തീർത്ത പൂരനഗരിയിൽ തേരോട്ടം തുടങ്ങിയവൻ. വടക്കൻ വള്ളുവ നാട്ടിൽ നെന്മാറവേലയ്ക്ക് നെടുനായകത്വം വഹിച്ചവൻ സാക്ഷാൽ കതിർവില്ലഴകൻ പാമ്പാടി രാജൻ വരികയാണ്. കല്ലുവാതുക്കൽ സുജിത്ത് പറയുന്നു, കല്ലുവാതുക്കൽ ശിവപുരം പൂരത്തിന് ശിവരാജു വന്നത് നമുക്കറിയാം. ഏകദേശം ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിവരാജുവിന് ഈ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ ഏക്കത്തുക 3,40,000 പരമാണ് ശിവപുരം പൂരത്തിലെ. ഇത്തിത്താനം വിഷ്ണുനാരായണൻ, അനീഷ് പാനൂർ. തീർച്ചയായിട്ടും ഇത്തിത്താനം വിഷ്ണുനാരായണൻ നമ്മൾ പറയും. ഇത്തിത്താനം വിഷ്ണുനാരായണൻ നമ്മൾ പെട്ടെന്ന് കാണുന്നതാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. അതിനു മുൻപ് പറഞ്ഞ കമന്റുകളുണ്ട്. കിരൺ നാരായണൻകുട്ടി, തീർച്ചയായിട്ടും കിരൺ നാരായണൻകുട്ടി നമുക്ക് പറഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും ഇത്തിത്താനം വിഷ്ണുനാരായണൻ നമുക്ക് മുന്നിലേക്ക് എത്തും. നിശാന്ത് കിട്ടനാണ് ഈ കിരൺ നാരായണൻകുട്ടിയെ ചോദിക്കുന്നത്. അതേപോലെ അഖിൽ മുരളി ചിറക്കൽ കാളിദാസനെ ചോദിക്കുന്നുണ്ട്. കുളമാക്കൽ പാർത്ഥസാരഥി പറഞ്ഞു പ്രത്യൂഷ്, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ പുതുപ്പള്ളി കേശവൻ, രാഹുൽ കൃഷ്ണൻ നമ്മുടെ ഫ്രണ്ട് അങ്ങ് സൗദിയിൽ നിന്നും വന്നിട്ടുണ്ട്. മെസ്സേജ് വായിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്റെ ബാല്യകാലം തൊട്ടുള്ള സുഹൃത്താണ് രാഹുൽ കൃഷ്ണൻ. ദുബായ് സൗദിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ, ഒരുപാട് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കീഴൂട്ട് വിശ്വനാഥൻ പറ എന്ന് വിഷ്ണു ടി നായർ ഓമല്ലൂർ. തീർച്ചയായിട്ടും കീഴൂട്ട് ശ്രീകണ്ഠൻ, കീഴൂട്ടിലെ 2 ആനകളെയും കുറിച്ച് ചോദിച്ചിട്ട് മുള്ളത്ത് ഗണപതി രാജേഷ് ചോദിക്കുന്നു. എല്ലാം പറയാം. ആരെയും വിറപ്പിക്കാൻ തന്റെ ഇടം കൈമുതലായി കിട്ടിയാണൊരുത്തൻ. ജനിച്ചു വീണ മറുനാടൻ കാടിന്റെ വീര്യം കൊണ്ട് ശൗര്യസ്വരൂപം അരക്കെട്ടുറപ്പിച്ചവൻ. കടപുഴകി വീഴാത്തവൻ മരങ്ങളെ പോലും കരുത്തുകൊണ്ട് കീഴടക്കുന്ന കോട്ടയംകാരൻ. ആന മലയാളത്തിന്റെ ആഢ്യത്യമുള്ള ഇരട്ടച്ചങ്കൻ. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്നുത്തരം കൊടുത്തു ശീലിച്ച ഉശിരനാൻ പിറപ്പ് ഗജരാജ കില്ലാടി കിരൺ നാരായണൻകുട്ടി. അങ്ങനെ കിരൺ നാരായണൻകുട്ടിയിലേക്കും വന്നിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ നമ്മൾ പറയും. വ്യത്യസ്തകരമാകുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ചോദിക്കുന്നതിൽ. ഉണ്ണിമങ്ങാട് ഗണപതിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഉണ്ണിമങ്ങാട് ഗണപതി ഞാൻ കുറേയായി ചോദിക്കുന്നു എന്ന് പുതുപ്പള്ളി കേശവൻ. മുകേഷ് അക്കിക്കാവ് കാർത്തികൻ, ഞാൻ കുറേയായി ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കണ്ടില്ല. ആരെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളത് അതൊന്ന് പറയണം. ഉണ്ണിമങ്ങാട് ഗണപതിയെ കുറിച്ച് ചോദിച്ചിരുന്നു. പാനകം നേർന്നൊഴുകുന്നു പ്രാർത്ഥിച്ചാൽ നേരുന്ന ഭക്തന് നേരായി തുണയേകം നരസിംഹസ്വാമിയുടെ മടിത്തട്ടിലേക്ക് ഇതാ കടന്നു വരികയാണ്. പുത്തൻകുളത്തിന്റെ പടക്കളത്തിൽ നിന്നും ഉണ്ണിമങ്ങാടിന്റെ വിരിമാറിൽ നിന്നും വരുന്നു സാക്ഷാൽ ഗജരാജകേസരി ഉണ്ണിമങ്ങാട് ഗണപതി. വീരന്മാർ വാഴുന്ന മണ്ണിൽ അഴക് കൊണ്ടൊരു തേരോട്ടം നടത്തി ആരാധക വൃന്ദം തീർത്ത ആണൊരുത്തൻ. തെക്കു മാത്രമല്ല വടക്കും താൻ വ്യത്യസ്തമായ ചന്തമെന്ന് തെളിയിച്ചു കൊടുക്കുന്നവൻ. വടക്കൻ കാടിന്റെ വശ്യതയും വരമായി കിട്ടിയ ശരീരവും കൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം നേടി വരികയാണവൻ ഉണ്ണിമങ്ങാട് ഗണപതി. അതേപോലെ ഇത്തിത്താനം വിഷ്ണുനാരായണനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു.
ഇത്തിത്താനം വിഷ്ണുനാരായണൻ, തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് അതും പറയാം. അതേപോലെ കീഴൂട്ടിലെ 2 ആന, അത് ചോദിച്ചിരുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും പറയാം. മലയാള മണ്ണിന്റെ വിരിമാറിലേക്ക് വടക്കുനിന്ന് വന്നിറങ്ങിയ രജപുത്ര രക്തം, ചന്തവും ചെങ്കൂറ്റവും ഒന്നുപോൽ കൈമുതലാക്കിയ ഉത്തർപ്രദേശുകാരൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ. ഉത്തര വനാന്തര ഭാഗത്തെ കൊടുംകാട്ടിൽ പിറവിയെടുത്ത നാളെയുടെ നായകൻ, ആന കേരളത്തിന്റെ സിംഹാസനത്തിൽ ഏകവീര്യഭാവത്തോടെ എന്നും വാഴുന്ന സാക്ഷാൽ രാമരാജാവിന്റെ രൂപസാദൃശ്യങ്ങൾ ഒത്തിണങ്ങി ആൺപിറപ്പ്, ആന കേരളത്തിന്റെ കിരീടം വെച്ച ചക്രവർത്തിയുടെ ഗാംഭീര്യചന്തം പെരുമുഖത്തും ചെവികളിലും എല്ലാം പാടെ ചേർത്തവൻ, വില്ലനും വീരനും മുന്നിൽ ഒരുപോലെ കളം നിറഞ്ഞാടുന്ന വീരനായകൻ, പേരുകേട്ട ചട്ടക്കാരുടെ കാരക്കോലിന് മുന്നിൽ വഴങ്ങി 20കളിൽ വിളയാട്ടം നടത്തുന്ന വീരപുത്രൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ. അങ്ങനെ ഇത്തിത്താനം വിഷ്ണുനാരായണനും നമുക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. അതേപോലെ തിരുനക്കര ശിവനെ കുറിച്ച് ചോദിക്കാമോ എന്ന് ഞാൻ ആ പേര് മറന്നു. ഒരുപാട് മീനാട് വിനായകനെ കുറിച്ച് പറഞ്ഞു രഞ്ജു രമൺ, കേട്ടിരിക്കുമെന്ന് പറയുന്നു. രഞ്ജു തെക്കേക്കര രാമനെ കുറിച്ച് പറയും. വിശ്വൻ, അരവിന്ദരാജ വിശ്വൻ തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ, തീർച്ചയായിട്ടും മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ നമുക്ക് പറയാം. അതിനു മുൻപായിട്ട് നമുക്കിപ്പം തിരുനക്കര ശിവനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ആന കേരളത്തിൽ എണ്ണം പറഞ്ഞ സഖ്യപുത്രന്മാർക്കിടയിൽ ജ്വലിച്ചു നിൽക്കുന്ന താരസൂര്യനായവൻ, ജനിച്ച മണ്ണിൽ നിയോഗം പേറി അവതരിച്ച പഴയ കോടനാട് തങ്കപ്പൻ, പേടിയില്ലാതെ പൊരുതി നിൽക്കുന്ന താപ്പാനച്ചട്ടം മനപ്പാടമാക്കിയ മാതംഗമാണിക്യം, മകനെ പോലെ മഹാദേവൻ ലാളിക്കും മഹാഗണപതി ചന്തം, നക്കരക്കുന്നിലെ നാഗമാണിക്യം കടന്നു വന്ന് അവതരിക്കുന്നു തിരുവൈക്കത്തപ്പന്റെ മാനസപുത്രൻ, ഏറ്റുമാനൂരപ്പന്റെ എഴുന്നള്ളിപ്പാന, തളിയിൽ മഹാദേവന്റെ തങ്കത്തിരുമകൻ, വടക്കനപ്പന്റെ വരദാനം കിട്ടിയവൻ, നക്കരക്കുന്നിന്റെ നായക സ്വരൂപം, മാതംഗമാണിക്യം, ഗജരാജപഞ്ചാനനൻ, കളഭകേസരി, തിരുനക്കര ശിവൻ. അങ്ങനെ തിരുനക്കര ശിവനും നമുക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. അതേപോലെ ഒരുപാട് കമന്റുകൾ വന്നത് തിരുവാറന്മുള പാർത്ഥസാരഥിയെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും കീഴൂട്ട് വിശ്വനാഥനും കീഴൂട്ട് ശ്രീകണ്ഠനും മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും പറയാം. മംഗലാംകുന്ന് കർണനുണ്ട്. തിരുവാറന്മുള പാർത്ഥസാരഥി ഒന്ന് സ്മരിച്ചിട്ട് തിരികെ വരാം നമുക്ക്. വശ്യസൗന്ദര്യം തുളുമ്പുന്ന വഞ്ചിപ്പാട്ടിന്റെ താളവും വള്ളസദ്യയുടെ വൈവിധ്യവും ചേർന്ന് ഐശ്വര്യത്തിന്റെ വയലേലകളിൽ വായ്ത്താരി കേട്ടുണരുന്ന പേരുകേട്ടൊരു നാടുണ്ടായിരുന്നു തിരുവാറന്മുള. പുണ്യം പേറി ഒഴുകുന്ന പമ്പാ നദിയുടെ വാത്സല്യത്താൽ വഞ്ചിപ്പാട്ടും വള്ളംകളിയും പെരുമ കാട്ടുന്ന നാടിന്റെ സാംസ്കാരിക പ്രശസ്തി ദേശാന്തരങ്ങളും കടന്ന് വിശ്വമാകമാനം മുഴക്കിയത് വാൽക്കണ്ണാടിയുടെ സൗന്ദര്യ മഹിമയും ആറന്മുളയുടെ ആ ആനപ്പെരുമയും കൂടിയാണ്. കളിവള്ളങ്ങളിൽ മത്സരിച്ചെറിയുന്ന തുഴയേറിന്റെ താളത്തിനൊത്ത് പാടുന്ന വഞ്ചിപ്പാട്ട് പാടി ആറന്മുളക്കാർ ആനയിച്ചു സ്വീകരിച്ച ഒരുപാട് കൊമ്പന്മാരുടെ ആനക്കഥയുണ്ട് ആറന്മുളയുടെ ആനപ്പെരുമ. വീരനായിരുന്ന വലിയ ബാലകൃഷ്ണനും സൗമ്യനായിരുന്ന ചെറിയ ബാലകൃഷ്ണനും, എണ്ണം പറഞ്ഞ കൊമ്പനായിരുന്ന രഘുനാഥനും, സൗന്ദര്യ തികവിന്റെ പര്യായമായി തിളങ്ങിയ മോഹനനും, ഒടുവിൽ ആറന്മുളക്കാരുടെ ആകമാനം മനം കവർന്ന സാക്ഷാൽ പാർത്ഥൻ. കുട്ടിക്കുറുമ്പനായി കുഞ്ഞു കൊമ്പുകളും കരുവീര കുംഭയും കുലുക്കി കാച്ചെണ്ണ തേച്ച് പമ്പയാറ്റിലെ കുളിരോളങ്ങളിൽ നീന്തിക്കുളിച്ച് നീരാടി കദളിപ്പഴവും ശർക്കരയും കഴിച്ച് ആറന്മുളയുടെ പുണ്യഭൂമിയിൽ ഓടിക്കളിച്ചു നടന്ന് പാർത്ഥൻ വളർന്നത് തിരുവാറന്മുളയപ്പന്റെ എല്ലാമായി ഭഗവാന്റെ തങ്കത്തിടമ്പിന് നേരവകാശിയായി മാറാനായിരുന്നു. നിലത്ത് യഥേഷ്ടം നീളത്തിൽ നീണ്ടുകിടക്കുന്ന തുമ്പിക്കൈയും വർഷാവർഷം മുറിച്ചിരുന്ന വലിയ കൊമ്പുകളുമായി ആറന്മുളയുടെ ആകെ അഭിമാനമായിരുന്ന ആറന്മുള രഘുനാഥന് ശേഷം അത്രയും തുമ്പി നീളവും കൊമ്പഴകുമുണ്ടായിരുന്നത് പാർത്ഥന് മാത്രമായിരുന്നു. സഖ്യപുത്രന്മാരുടെ സവിശേഷ തികവുകളായ ലക്ഷണ പെരുക്കങ്ങളുമായി മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ചേരുവകളെല്ലാം ചേരുംപടി ചേർന്ന്
കരിയഴകായിരുന്നു തിരുവാറന്മുള പാർത്ഥസാരഥി. ശതകോടി പ്രണാമം. അങ്ങനെ നമ്മുടെ അക്ഷരലോകത്തെ ആനക്കമ്പക്കാരൻ അഖിൽ ഷാജി വൈക്കത്തപ്പന്റെ ഒരു വിവരണം ചന്ദ്രകാന്ത് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നാവാണ് വൈക്കത്തപ്പനെ കുറിച്ച് പറയുവാൻ. 3 നേരങ്ങളിൽ 3 ഭാവങ്ങളിൽ വിരാജിക്കുന്ന തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധാനം. ഒത്തിരി സന്തോഷമുള്ള. കീഴൂട്ട് വിശ്വനാഥനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതേപോലെ കീഴൂട്ട് ശ്രീകണ്ഠനെ കുറിച്ച്, മുള്ളത്ത് ഗണപതിയെ കുറിച്ച് ചോദിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുള്ളത് എടുത്ത് പറയുകയാണ്. തീർച്ചയായിട്ടും വിശ്വനാഥൻ വരും, ശ്രീകണ്ഠൻ വരും. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ മാരിയറ്റ് സ്ലീബ പുള്ളിമുട്ടിൽ തീർച്ചയായിട്ടും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരും. നമ്മൾ തുടങ്ങിയിട്ടിപ്പോ 1 മണിക്കൂറാവാൻ 15 മിനിറ്റും കൂടിയുണ്ട്. തീർച്ചയായിട്ടും 1 മണിക്കൂറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണിയേട്ട അതിന്റെ ഒരു കമന്റ് ഒന്ന് പറയണം. തീർച്ചയായിട്ടും അതിനനുസരിച്ച് സ്പീഡപ്പ് ആക്കാം. ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കാളിയെപ്പറ്റി പറ ചേട്ടാ എന്ന അഖിൽ മുരളി തീർച്ചയായിട്ടും ദേഷ്യത്തിലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പറയും. അണിചേരുകയാണവനും ആനക്കേരളത്തിന്റെ മോഹന സുന്ദര ഗജമുഖ ചന്തം. വടക്കേടത്ത് മലയിൽ നിന്നും കടന്നു ചെന്ന മുള്ളത്തു തറവാടിന്റെ പേരും പെരുമയും ചൂടിക്കൊടുത്തവൻ. ശാന്തനായി ശാന്തരിൽ ശാന്തനായി ആനക്കേരളത്തിന്റെ അകമനസ്സിൽ ചേക്കേറിയവൻ. ഊരകത്ത് മുത്രാളിക്കാവിലും മുതൽ കൂടൽ മാണിക്കത്തും തേക്കിൻ കാട്ടിലും വരെ ആരാധകർ ഏറെയുള്ള ആനക്കേരളത്തിന്റെ സ്വന്തം ഗണപതി, ഗജരാജൻ മുള്ളത്ത് ഗണപതി. അങ്ങനെ മുള്ളത്ത് ഗണപതി ഒരുപാട് നേരമായിട്ട് മനസ്സിൽ കിടന്ന ഒരു സംഭവമായിരുന്നു അത്. അതേപോലെ കീഴൂട്ട് വിശ്വനാഥനെ കുറിച്ച് ചോദിച്ചിരുന്നു. പിറന്നു വീണ തേക്കിൻ കാട്ടിൽ, പിറന്നു വീണ തെക്കൻ കാട്ടിൽ, അവിടെ നിന്നും കരകയറി കോന്നിക്കൂടിന്റെ ചിട്ടവട്ടം പഠിച്ചവൻ. പേരുകേട്ട കൊമ്പന്മാർ നെഞ്ചും വിരിച്ചു വാണ വാളകം കീഴൂട്ട് തറവാടിന്റെ ഇന്നത്തെ തലയെടുപ്പ്. രാഷ്ട്രീയ കേരളത്തിന്റെ അധികായൻ ശ്രീ കീഴൂട്ട് ബാലകൃഷ്ണ പിള്ളയുടേത്. മകൻ മുൻമന്ത്രി അഭിനേതാവ് ഗണേഷ് കുമാറിന്റെയും ആരോമൽ പുത്രൻ. കൂട്ടിലെ കൂട്ടുകാരൻ അയ്യപ്പനെയും കൂട്ടി കൂടിറങ്ങി വന്ന നാൾ മുതൽ കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ചിൽ കുടിയേറിയവൻ. കീഴൂട്ട് തറവാട്ടിൽ വന്ന നാൾ ഇന്നോളം കൈമാറ്റം ചെയ്യപ്പെടാതെ മലയാള മണ്ണിന്റെ സൂര്യനായി വാഴുന്ന നാട്ടാന ചന്തം. സൗന്ദര്യം കൊണ്ട് ചങ്കൂറ്റം കൊണ്ടും നാടൻ പ്രമാണിമാരുടെ ആഠ്യത്യം ആർക്കും മുന്നിൽ അടിയറു വയ്ക്കാത്തവൻ. പേരുകേട്ട ചട്ടക്കാരുടെ ചട്ടത്തിന് ചിട്ടയായി തന്റെ സൗന്ദര്യ മികവ് ഊട്ടി ഉറപ്പിച്ചവൻ സാക്ഷാൽ കീഴൂട്ട് വിശ്വനാഥൻ. കീഴൂട്ട് വിശ്വനാഥൻ. അതേപോലെ തിരുവാണിക്കാവ് രാജഗോപാൽ. വിശ്വൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കാളിയെപ്പറ്റി പറ ചേട്ടാ എന്ന് അഖിൽ മുരളി പറയുന്നു. സാക്ഷാൽ തിരുവാണിക്കാവ് രാജഗോപാൽ നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞിട്ട് ചിറക്കൽ കാളിദാസനിലേക്ക് കടന്നു വരാം. മാനത്തുദിക്കുന്ന സൂര്യന്റെ മാതംഗ കാന്തി നിറയുന്ന മണ്ണിൽ ഇനി ഇതാ കടന്നു വരുന്നു തിരുവാണിക്കാവിലമ്മയുടെ സീമന്തപുത്രൻ. സാക്ഷാൽ ഗജ പത്മം ഒല്ലൂക്കര തിരുവാണിക്കാവ് രാജഗോപാൽ. ആണത്തം കൊണ്ട് ആഢ്യത്യം കാണിക്കാൻ അവതാരമെടുത്താൻ പിറപ്പ്. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒന്നു ചേർന്ന ഗജപ്പിറവി. ലക്ഷണ ഗുണങ്ങളിൽ ആരെയും വെല്ലും അഴകിന്റെ നിറകുടം. ആണുങ്ങളിൽ പിറവിയെടുത്ത നിലമ്പൂർ കാട്ടിൽ ജന്മം കൊണ്ടവൻ സാക്ഷാൽ തിരുവാണിക്കാവ് രാജഗോപാൽ. അങ്ങനെ തിരുവാണിക്കാവ് രാജഗോപാൽ വന്നിരിക്കുകയാണ്. നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ കുറിച്ച് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ അവസാനം ഓമല്ലൂർ. ഭാരത് വിനോദിനെ കുറിച്ച് പറയാൻ അനീഷ് പാനൂർ. തീർച്ചയായിട്ടും അനീഷ് വന്നതിൽ സന്തോഷം. ഇന്നാണ് കാണുന്നത് നേരിട്ട്. അഭിജിത്ത് ചേട്ടാ അവസാനം ഓമല്ലൂർ മണികണ്ഠനെ നമുക്ക് ഒന്നുകൂടി പറയാം. ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ആരതി രതീഷ് നമസ്കാരമുണ്ട്, വളരെ സന്തോഷം കണ്ടതിൽ. അശ്വിൻ മഞ്ചേരി ചേട്ടാ സൂപ്പർ. ബാലാജി അച്ചു ചേട്ടോ എന്ന് വിളിക്കുന്നു. പട്ടത്താനം സ്കന്ധനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇപ്പോ ചോദിച്ചു, ഞാൻ പേര് വായിക്കാൻ മറന്നുപോയി. തീർച്ചയായിട്ടും വിനായകനെ പറഞ്ഞല്ലോ കണ്ണൻ. നമ്മൾ വിനായകനെ പറഞ്ഞു, കീഴൂട്ട് വിശ്വനാഥനെ പറഞ്ഞു, അഭിരാം. എന്തായാലും സമയം നമുക്ക് മുന്നിൽ വളരെ കുറവാണ്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. മല്ലനെയും വെല്ലാൻ മടിയില്ലാത്ത മലയാള മണ്ണിൽ തല ഉയർത്തി തന്നെ പലതും നേടിയ പോരാളി.
മികവെന്ന വജ്രായുധം കൊണ്ട് നിലവെന്ന മൂന്നക്ഷരത്തിന് മറുപടി കൊടുത്തവൻ, പൂരം വിരിയുന്ന മണ്ണിലെ പുതുമയുള്ള പോരാളി, പ്രായം ചെറുതെങ്കിലും പലതും നേടാൻ പതിവിലും നേരത്തെ അണിഞ്ഞൊരുങ്ങുന്ന യുവരാജാവ്, ചതിച്ചു വീഴ്ത്തലും കള്ളച്ചുവിടും പയറ്റാതെ നേരോടെ വീറോടെ പൊരുതുന്ന അംഗച്ചേകവൻ, കാലം കടക്കും തോറും കീർത്തിയേറി വരുന്ന കേരളക്കരയുടെ ഭാവി വാഗ്ദാനം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. മിഥുൻ രമേശാണ് ചോദിച്ചത്. നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു, ജസ്റ്റ് കാളിയെ പറ്റി പറയൂ എന്ന് പറയുന്നു. അതേപോലെ ശ്രീകണ്ഠൻ, കീഴൂട്ട് ശ്രീകണ്ഠൻ, കടന്നു വരികയാണവൻ, നടകൾ രണ്ടും ഉയർത്തി വണങ്ങാൻ അസാമാന്യ വൈദഗ്ധ്യം കയ്യിലുള്ള യുവരാജാവ്, സാക്ഷാൽ ഗജരാജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. വമ്പും വീറും നിറഞ്ഞ ഗജകേസരികൾ കേറി ഇറങ്ങിപ്പോയ കീഴൂട്ട് തറവാട്ടിൽ വിശ്വനാഥനൊപ്പം വിലസുന്ന കരിവീരൻ, നല്ല നാടൻ കൊമ്പന്റെ അഴകുള്ള സഖ്യസുന്ദരൻ, നല്ല ചിട്ടകളും എഴുന്നള്ളിപ്പ് ശൈലികളും പാടെ തികഞ്ഞവൻ, തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ പൂരപ്പറമ്പുകൾ അടക്കി ഭരിക്കുന്ന ചുരുക്കം ഇളമുറക്കാരിൽ ഒരുവൻ ഗജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. അങ്ങനെ കീഴൂട്ട് ശ്രീകണ്ഠൻ. അതേപോലെ പെട്ടെന്ന് ഇത് മെസ്സേജും വായിക്കണം എന്നുണ്ട്, ഒരുപാട് പറയണമെന്നുമുണ്ട്. വെരി നൈസ് ശ്യാമള രഘുനാഥൻ, വളരെ സന്തോഷം. ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. ശ്യാമള ചേച്ചി ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് ഒന്നുകൂടി പറയും, തീർച്ചയായിട്ടും പറയും. നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. രാമനുണ്ട്, കാളിയുണ്ട്, ചുള്ളിയുണ്ട്, ഒരുപാട് കമന്റ്. അതേപോലെ ശരണയ്യപ്പനുണ്ട്, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, മിഥുൻ പറഞ്ഞു, കോന്നി സുരേന്ദ്രൻ, റുബിൻ, അമ്പലപ്പുഴ വിജയകൃഷ്ണനെ കുറിച്ച് നമ്മൾ, ഭാരത് വിനോദിനെ കുറിച്ച് അനീഷ്, തീർച്ചയായിട്ടും ഭാരത് വിനോദിനെ കുറിച്ച് ഈ സമയം പറയാം. അനീഷ് കുറച്ചു നേരമായിട്ട് ചോദിക്കുകയാണ്. ആന കേരളത്തിന്റെ ഇടനെഞ്ചിൽ ഇടിമുന്നിലൊളി പോലെ ആനടിക്കാൻ ആതിര രവിസാറിന്റെ ആനപ്പന്തിയിൽ അവതരിച്ച വീരപുത്രൻ, ആതിര ഗ്രൂപ്പിന്റെ പടിവാതിലിറങ്ങി അമ്പാടിയിലും ഗുരുജിയിലും ആവേശം നിറച്ചവൻ, ഒടുവിൽ അക്ഷരനഗരിയുടെ വിരിമാറിൽ തിരുനക്കര തേവരുടെ തിരുമടിയിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുമ്പെട്ട് വന്ന വില്ലാളി വീരൻ, വീരന്മാർ വാഴും കോട്ടയം പട്ടണത്തിന്റെ യുവരാജാവ്, ഭാരത് ഗ്രൂപ്പിന്റെ വല്യാന, സാക്ഷാൽ ഷൺമുഖപ്രിയ മാതംഗ ഛത്രാധിപതി, ഗജരാജ പ്രജാപതി, കളപസുന്ധര വിശ്വപ്രഭു ഭാരത് വിനോദ്. തീർച്ചയായിട്ടും വിനോദും അവതരിച്ചിരിക്കുകയാണ്. ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് ലാസ്റ്റിൽ ഒന്ന് പറയണേ എന്ന് മാരിയറ്റ് സ്ലീബ പറയുന്നുണ്ട്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് നമ്മൾ പറയും. അതേപോലെ ചിറക്കൽ കാളിദാസനെ കുറിച്ച് കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്, പറയണമെന്ന്. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടി നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നതിൽ കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടി, അതേപോലെ ഉഷശ്രീ ശങ്കരൻകുട്ടിയെ ചോദിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് സമയം എത്രയാണ് എന്ന് ഉണ്ണിയേട്ട ഒരു കമന്റ് ഇടാമോ? നമുക്ക് എത്ര മണിവരെ നീട്ടാം എന്നുള്ളത് എന്തെങ്കിലും സാധ്യതയുണ്ട്? ഇപ്പൊ 8:30 ആകാൻ 5 മിനിറ്റ് കൂടിയുണ്ട്. വൈക്കത്തപ്പന്റെ ഒരു വിവരണം ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രഭാതേ ദക്ഷിണാമൂർത്തി മധ്യാഹ്നേ ശബരാകൃതി സായം ഗൗരീ സമാശ്ലിഷ്ടം വന്ദേ വ്യാക്രാലേശ്വരം. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാഹ്നത്തിൽ ശബരാകൃതിയായും സായംകാലം സാംബ സദാശിവനായും ശതകോടികൾക്ക് അനുഗ്രഹത്തിന്റെ കൃപാകടാക്ഷം ചൊരിയുന്ന തിരുവൈക്കം വാഴും തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധാനം. 3 നേരങ്ങളിൽ 3 ഭാവങ്ങളിലൂടെ ഭക്തകോടികൾക്ക് അനുഗ്രഹം ചൊരിയുന്ന പരിശുദ്ധമാകുന്ന പുണ്യഭൂമി. അരയാലിലകളിൽ ഇന്ന് പോലും സദാനിത്യവും പഞ്ചാക്ഷരി മന്ത്രം ചൊരിയുന്ന ഭൂമിയിലെ മറ്റൊരു കൈലാസം. ശതകോടി ഭക്തകോടികൾ പഞ്ചാക്ഷരി മന്ത്ര ജപവുമായി ഒരു നിമിഷമെങ്കിലും ആ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുന്നത് അനുഗ്രഹീതമാകുന്ന പുണ്യകർമ്മമാണ്. മാർക്കണ്ഡേയൻ അഭയം നൽകിയ ആശ്രിത വത്സലൻ കുടികൊള്ളുന്നത് ഇവിടെയാണ്. താപസശ്രേഷ്ഠനായ ഖരൻ കഠിന തപം ചെയ്തു നേടിയ ശൈവ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യസന്നിധാനം. ശിവപെരുമാൾ വാഴുന്നത് ഇവിടെയാണ്. ഇത് വ്യാക്രാലേശ്വരം. ഈ പുണ്യഭൂമിയിലേക്ക് ഒരു നിമിഷമെങ്കിലും വന്നു ചേരൂ, ജന്മജന്മാന്തര സുകൃതികളായി തീരും. പുതുപ്പള്ളി കേശവൻ, തീർച്ചയായിട്ടും മിഥുൻ വിജയസുന്ദരനെ കുറിച്ച് പറഞ്ഞു. ആരതി ചേട്ടൻ രാമൻ, തീർച്ചയായിട്ടും ആരതി രതീഷ് ചേട്ടൻ
നമ്മൾ രാമനെ കുറിച്ച് പറയും. ചാന്നാനിക്കാട് വിജയസുന്ദരനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയെ കുറിച്ച് പറയാം. ചേട്ടൻ മുഖത്തല മുരാരിയെ കുറിച്ച്. മുഖത്തല മുരാരി ഞാൻ പറഞ്ഞു, അവിടുത്തെ നാടിന്റെ ചരിത്രം, ഒരു ദേവന്റെ ചരിത്രമായി മാറിയ സന്നിധാനം മുഖത്തല മുരാരി. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മണ്ണാണ്. ഗോപികൃഷ്ണൻ ചേട്ടൻ, മംഗലാംകുന്ന അയ്യപ്പൻ, ഓമല്ലൂർ ഉണ്ണിക്കുട്ടൻ, അരവിന്ദ് ചോദിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്, എനിക്ക് അത്ര അധികം ഞാൻ പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. മംഗലാംകുന്ന ഗണപതിയെ കുറിച്ച് ഗോപികൃഷ്ണൻ നമ്മൾ എല്ലാ ലൈവിലും പറയുന്നുണ്ട്, കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിലും പറയാൻ ശ്രമിക്കുന്നത് മാക്സിമം നമ്മൾ അവിടെ ഇവിടെയും പറയാത്തതാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതേപോലെ കടേക്കച്ചാലിൽ ഗണേശൻ ഒരുപാട് നേരമായിട്ട് സരിത ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതും മനസ്സിലുണ്ട്. നേരെ വന്ന് വെല്ലുവിളി നടത്തി പോകാമെന്ന് കരുതിയവരെ നട്ടെല്ല് വളയ്ക്കാതെ തോൽപ്പിച്ചു വിട്ടവന്റെ വരവുണ്ട്. 3 ലോകത്തെയും മുന്നിൽ മുട്ടുകുത്തിച്ച മാതംഗധീരൻ, മാറ്റങ്ങളില്ലാതെ മാതംഗകുലം അടക്കി വാഴുന്ന യുവരാജാവ്, ഞൊടിയിടയിൽ ആനക്കേരളത്തിന്റെ മിന്നും താരങ്ങളായി മാറിയ കാളിദാസൻ അവതരിക്കുകയായി. അതെ, വീരരിൽ വീരനായകനിവൻ, ധീരരിൽ ദേശനായകനിവൻ, വർണ്ണിച്ചാൽ തീരാത്ത വീരചക്രവർത്തിയായി ഇതാ അവതാരമെടുത്തു വരുന്നു. ഗജരാജ ഹിമവാൻ, ഗജരാജ നരസിംഹമൂർത്തി, ചിറക്കൽ കാളിദാസൻ. ഒത്തുനിന്ന് വെല്ലുവിളിച്ചവരെ പോലും ഒറ്റ നിലവിൽ ഒതുക്കിയ 1-ാം തരമാൻ പിറപ്പ്. തെല്ലും മടിക്കാതെ, തെല്ലും വിറയ്ക്കാതെ, തെക്കും വടക്കും കീഴടക്കിയാൻ പിറപ്പ്. മനുഷ്യരിപ്പടവിൽ വന്നിറങ്ങിയ മാതംഗമാണിക്യം, മറ്റു കൊമ്പന്മാർക്ക് മുന്നിൽ മാറ്റോടെ നിന്ന മാതംഗ പുണ്യം. മുകേഷ് സി ബാല, കേശു, തീർച്ചയായിട്ടും നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാനുള്ള സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചൊരു കമന്റ് കണ്ടില്ല. മംഗലാംകുന്ന കർണൻ മിഥുൻ, തീർച്ചയായിട്ടും മംഗലാംകുന്ന കർണനിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് സന്തോഷമാണ്. ഏത് കമന്റാണ് പറയേണ്ടത് എന്നുള്ള, ഏത് ഡയലോഗാണ് പറയേണ്ടത് എന്ന് കുറച്ചു നേരം കൂടി എന്നൊരു കമന്റ് കണ്ടു. അത് ആരാണ് ഇട്ടത് എന്ന് മനസ്സിലായില്ല. എനിക്ക് കുഴപ്പമില്ല, സമയം അനുവദിച്ചാൽ തീർച്ചയായിട്ടും നിൽക്കാൻ സന്നദ്ധനാണ്. വളരെ സന്തോഷമാണ്. ഡിഒ കേശവൻ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ കർണനിൽ നിന്നും കേശവനിലേക്ക് വരും, അതിൽ നിന്നും ചേർപ്പുളശ്ശേരി അനന്ത പത്മനാഭനിലേക്ക് വരും. തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. കൂടെ നിൽക്കുക. രഞ്ജിത്ത് നായർ വന്നിട്ടുണ്ട് വിയറ്റ്നാമിൽ നിന്നും. വളരെ സന്തോഷം രഞ്ജിത്ത്. ഓണാട്ടുകരയുടെ ആന പ്രേമത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് കാട്ടുള്ളിൽ പൂരത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന രഞ്ജിത്ത് നായർ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. രാമനെ കുറിച്ച് DOP സണ്ണി, തീർച്ചയായിട്ടും രാമനെ കുറിച്ച് പറയും. മണികണ്ഠൻ നമുക്ക് അവസാനിപ്പിക്കാം. മലയാളപ്പുഴ രാജൻ സുമിത് പറഞ്ഞു, കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. റുബിൻ സുരേന്ദ്രൻ, ഇത് പെട്ടെന്ന് കയറി പോവാണ്. ചേട്ടാ, മുഖത്തല മുരാരിയെ കുറിച്ച് ഒരു വാക്ക് പ്ലീസ്. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, മുഖത്തല മുരാരി എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മനസ്സാണ്. അവിടെ മുഖത്തല മുരാരി, അതായത് പ്രത്യേകിച്ച് തെക്കൻ നാടുകൾ ഒരുപാട് നെഞ്ചിലേറ്റുന്ന പൂരങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ എത്തിച്ചേരാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് മുഖത്തല ആനയൂട്ടും ആന നീരാട്ടും. അത് നമുക്ക് 2 വർഷം പൂർണ്ണമായിട്ടും ചെയ്യുവാൻ സാധിച്ചു. ഈ വർഷം നമുക്ക് നഷ്ടമായി. കുന്നത്തൂർ രാമു നമ്മൾ പറഞ്ഞില്ല, ശരിയാണ്. തീർച്ചയായിട്ടും ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയെ കുറിച്ച് പറയും. സരിത വീണ്ടും ചോദിക്കുകയാണ് കടേക്കച്ചാലിൽ ഗണേശൻ. തീർച്ചയായിട്ടും കടേക്കച്ചാലിൽ ഗണേശനും നമ്മൾ പറയും. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ, ഇപ്പോ കർണൻ. രചിക്കാനും തെളിയിക്കാനും ചരിത്രത്തിന്റെ ഏടുകളിൽ ഇനിയൊന്നുമില്ല എന്ന് തെളിയിച്ചവൻ, പൊരുതി തളർന്ന പോരാളിയല്ലിവൻ, പേരുകൊണ്ട പൂരത്തിന് പര്യായമായവൻ, പഴം പ്രമാണങ്ങളിൽ പോലും പ്രതിഭാസം കൊണ്ട് ഇതിഹാസം തീർത്ത പാലകാപ്യ പ്രമാണി, സാക്ഷാൽ ഗജകുലമാർത്താണ്ഡൻ, മാതംഗമാണിക്യം, മംഗലാം കുന്ന് കർണൻ. ഏറ്റുമുട്ടാൻ വന്നവർ തോറ്റുമടങ്ങിയ പോരാളി, ഏതു മണ്ണും ഏറ്റുനിന്ന് തൊഴുന്ന തേരാളി, പടയാളിയായി വന്ന് പടനായകനായി മാറിയ ഒരേ ഒരാൺപിറപ്പ്, ഉത്സവ കേരളം അടക്കി വാഴുന്ന ഉഗ്രപ്രതാപി, മാതംഗമാണിക്യം, മംഗലാം കുന്ന് കർണൻ. കണ്ട നാട്ടിലും കേട്ട നാട്ടിലും വിജയക്കൊടി പാറിച്ച വീരപുത്രൻ, ചട്ടക്കാരിലെ ചാണക്യന്മാർ അറിഞ്ഞു പഠിപ്പിച്ച അടവുകളുമായി അവൻ വരുന്നു. മാതംഗമാണിക്യം, ഈ ഭകുല രാജകേസരി, മംഗലാം കുന്ന് കർണൻ. ചുള്ളി,
അതേപോലെ കടേക്കച്ചാൽ ഗണേശനെ കുറിച്ച് ഒരുപാട് കമന്റ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സരിത എന്ന് പറയുന്ന ആനപ്രേമി ചോദിച്ചു. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ചുള്ളിയിലേക്ക് കടന്നു പോകാം. കാർമേഘം ചുംബിക്കാൻ പോകുന്ന തലക്കുന്നി കൊണ്ട് കോടി കോടി പുരുഷാരത്തെ ആനപ്രേമത്തിന്റെ കൊടുമുടിയെത്തിച്ച സാക്ഷാൽ രാമരാജാവിന്റെ അഴക് കവർന്നു കിട്ടിയവൻ, രൂപഭാവ സാദൃശ്യം കൊണ്ട് കോഴിക്കോടിന്റെ തെച്ചിക്കോടൻ എന്ന പേരുകേട്ടവൻ, വളർന്നു വരുന്ന വീരന്മാരിൽ സൂര്യപ്രഭയുള്ള താരോദയം, പുത്തൻകുളം ഷാജിയുടെ കയ്യും പിടിച്ച് മലയാള മണ്ണിൽ കാലുകുത്തി അവിടെ നിന്നും കൈകൾ മറിഞ്ഞ് സാമൂതിരിയുടെ തട്ടകമായ കോഴിക്കോട്ട് നച്ചിയിൽ കടേക്കച്ചാലിൽ എന്ന മുതലാളി സ്വന്തമാക്കിയവൻ, തൊടുപുഴക്കാരുടെ സ്വന്തവും സ്വകാര്യവുമായിരുന്ന പഴയ തൊടുപുഴ ഗണേശൻ, ആവേശ കാഴ്ചകളുടെ അലകടൽ മാലകൾ തീർക്കുന്ന ഏത് പൂരത്തിനും കൂട്ടാനിയായും തിടമ്പാനിയായും എഴുന്നള്ളിയിറങ്ങാൻ കഴിവുള്ളവൻ, ഗജയുവഛത്രാധിപതി കടേക്കച്ചാലിൽ ഗണേശൻ. അങ്ങനെ കടേക്കച്ചാലിൽ ഗണേശനം കേട്ടിരിക്കുമെന്ന് കരുതുന്നു സരിത. ഒരുപാട് ചോദിച്ചു, ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിട്ടുപോകുന്നത്. എന്തായാലും പുതുപ്പള്ളി കേശവനെ കുറിച്ച് അനീഷ് പാനൂർ ഉദയനാപുരത്തപ്പന്റെ വരവ് അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അഖിൽ മോഹൻ ശൈലേഷ് ചേട്ടാ എന്ന് വിളിച്ചു. ഗിരീഷ് കെ പൊൻകുന്നം, അതായത് ഉദയനാപുരത്തപ്പന്റെ വരവ് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ആത്മീയ രൂപമാണ് സാക്ഷാൽ വൈക്കത്തഷ്ടമി. അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനം മകന് നൽകിക്കൊണ്ട് ഒരുമിച്ച് ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ഇരുന്നു കൊണ്ട് പൂജ ചെയ്യുന്ന കൂടിപ്പൂജ എന്ന ചടങ്ങ് നടക്കുന്ന വൈക്കം. അത്രയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസ പൈതൃകങ്ങളുണ്ട് വൈക്കവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് പുതുപ്പള്ളി കേശവൻ. നടയൊന്നു നീയുറപ്പിച്ചാൽ ഒരടി പുറകോട്ട് മാറാതെ താൻ ആരെന്നും തന്റെ നിലവെന്തെന്നും തെളിയിച്ച പോരാളി, അഴകിന്റെ മുകളിൽ നിലവും നിലവിന്റെ മുകളിൽ നിറവും ചാർത്തി ആരെയും മോഹിപ്പിക്കുന്ന ആനയഴകൻ, കുഞ്ഞനെന്നു കരുതി കണ്ണെടുക്കാതെ വിട്ടവരുടെ കണ്ണു നിറച്ചു വളർന്ന ഭീമൻ ഇതാ വരികയാണ്. പട്ടങ്ങൾ ചാർത്താൻ മറന്നവർക്ക് മുന്നിൽ പട്ടങ്ങൾ വാരി വാരി ചൂടിയവൻ കേശവൻ, ഉശിരുമുണർവും കൈമുതലാക്കി വിജയങ്ങൾ തുടർക്കഥയാക്കിയവൻ കേശവൻ, ചെറായുടെ വിജയശ്രീലാളിതൻ, വരാക്കരപുരത്തിന്റെ വലംകൂട്ട്, നെന്മാറ വേലയുടെ തിട്ടമ്പാന, മത്സരപൂരങ്ങളുടെ വിജയശ്രീലാളിതൻ, ഉത്സവ കേരളത്തിന്റെ ഉഗ്രഗജഭാവം കടന്നു വരുന്നു. എന്താണ് വരാംഗ വിശ്വപ്രജാപതി പുതുപ്പള്ളി കേശവൻ. അമ്പലപ്പുഴ വിജയകൃഷ്ണനെ നമ്മൾ പറഞ്ഞില്ലേ അർജുൻ? പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ചുള്ളിയിലേക്ക് പോകണം, അതേപോലെ രാമനിലേക്ക് പോകണം. സഖ്യപുത്രന്മാരുടെ വല്യേട്ടൻ മനോഭാവത്തിന് നിദാനമായ ലക്ഷണ തികവുള്ളവനാണിവൻ. ഉത്സവ പ്രേമികളുടെ ദൗർബല്യമാകുന്ന ഉയര കേമത്വമുള്ളവൻ. സ്വാഭാവികമായ തലയെടുപ്പുള്ള മാതംഗരാജനാണ് വിജയൻ. ആടിക്കുഴഞ്ഞുള്ള വരവ് കണ്ടാൽ ആഹാ എന്തു ഭംഗിയെന്നാരും പറഞ്ഞു പോകുന്നവൻ. നല്ല മുഖശ്രീയും രാജകലകളും ശരിയാവണ്ണം അലിഞ്ഞു ചേർന്നവൻ. നിലത്തിഴിയുന്ന വണ്ണമുള്ള തുമ്പിക്കയും ഒരെണ്ണം ഇത്തിരി ഉള്ളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഭംഗിയാർന്ന കൊമ്പുകളും ആനകൾക്ക് അസാമാന്യ ഭംഗിയും ഭാവഗാംഭീര്യവും ചാർത്തിക്കൊടുക്കുന്ന മതഗിരികളും എല്ലാം എല്ലാം ഒത്തിണങ്ങിയ അമ്പലപ്പുഴ കണ്ണന്റെ പൊന്നോമന അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. അങ്ങനെ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. ഹരി കുന്നത്തൂർ രാം അവസാനിപ്പിക്കാം. അയ്യോ, അതൊന്നുകൂടി ഒന്ന് പറയാമോ? നമുക്ക് അവസാനിപ്പിക്കാം എന്ന് കേട്ടു. തീർച്ചയായിട്ടും നമുക്കപ്പം ചുള്ളിയിലേക്ക് ഒന്ന് പോകണം, അതേപോലെ രാമനിലേക്ക് ഒന്ന് പോകണം. സൂരജ് പുനലൂർ പറയുന്നു നാളെ രാത്രി 8 മണിക്ക്. അതെ, തീർച്ചയായിട്ടും കരിമശി കണ്ണിലെ കരിവീരന്മാർ എന്ന പെൺകുട്ടികൾ നയിക്കുന്ന അഡ്മിൻ പാനൽ നയിക്കുന്ന ആ ഒരു ഗജ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾ രാത്രി 8 മണിക്കുണ്ട്. ബാക്കി നമുക്ക് അവിടെ പറയാം. എല്ലാവരും അവിടേക്ക് വരണം. കരിമശിക്കണ്ണിലെ കരിവീരന്മാർ, അഡ്മിൻസ് കരിമശിക്കണ്ണിലെ കരിവീരന്മാർ, അത് പെൺകുട്ടികൾ നയിക്കുന്ന അഡ്മിൻ പാനലാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കും. ആ ലിങ്ക് വഴി എല്ലാവരും കയറി വരണം. നമ്മൾ ഏകദേശം ഒരു 5-7 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ കൂടെ നിന്ന് എല്ലാവർക്കും സന്തോഷമുണ്ട്. പറയാൻ ഒരുപാട് ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നാളെ അത് പറയുന്നതായിരിക്കും.
ചരിത്രവും ചങ്കൂറ്റവും ഏറെ പറഞ്ഞു പാടുവാനുള്ള മിലാനക്കാർ കച്ചകെട്ടി വരുമ്പോൾ ആ വരവിന്റെ പ്രൗഢി ഒന്ന് കാണാൻ ഒരുങ്ങിക്കോളൂ. ആണുങ്ങളിലാണായ ശ്രീരാമചന്ദ്രനെ പോലെ, അവതാരങ്ങളിൽ അവതാരമായ നരസിംഹത്തെ പോലെ, ആന കേരളത്തിനായി ആസാമിൽ പിറവി കൊണ്ട ഗജപിറവി, അവതാരങ്ങൾക്കിടം കിട്ടിയ ആന കേരളത്തിൽ ആവേശം കൊണ്ട് ആകാശം തൊട്ടാണൊരുത്തനിവൻ. നിലവിന്റെ ചുരുകിയാൽ അഴകിന്റെ പടനയിക്കും സാക്ഷാൽ ഗജ സാമ്രാട്ട് ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. ഏത് വിണ്ണിന്റെ കീഴിലെ ഏത് മണ്ണും എഴുന്നേറ്റു നിന്ന് കൈതൊഴുന്ന ഗജപ്പിറവി, ആണത്തം കൊണ്ട് ആന കേരളം കീഴടക്കിയ സാക്ഷാൽ ചുള്ളിപ്പറമ്പിൽ സൂര്യന്റെയും ആവേശങ്ങളെ അകമ്പടിയാക്കി ആന കേരളം ഭരിച്ച ചുള്ളിപ്പറമ്പിൽ ആദ്യത്തിന്റെയും പിൻഗാമി, പേടിയില്ലാത്തവരെല്ലാം പലതും പഠിച്ചു കൊടുത്ത ഗജരാജ ക്ഷത്രിയൻ. അതെ, ഈവൻ കാട്ടകാമ്പാൽ സതീശനും കാവടി നാരായണനും മുതൽ ഉപ്പുമാക്കിൽ സന്തോഷും സുബ്രുവും കടവല്ലൂർ സന്തോഷും വരെ തേരുതെളിച്ച തേരാളി ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. അതേപോലെ ഒരു ആഗ്രഹമുണ്ട്, മുല്ലക്കൽ ബാലകൃഷ്ണനെ കുറിച്ച് ഒന്ന് പറയണമെന്ന്. അതുകൂടി ഒന്ന് ക്ഷമിക്കണം, തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് പറയാം. മുല്ലക്കൽ വാഴും പൊന്നു തമ്പുരാട്ടി തിരുമിഴിയിൽ സൂക്ഷിക്കുന്ന താരസൂര്യനിവൻ. ഗജതീഷ്ണ കൊതിക്കുന്നവരെ കാത്ത് ആലപ്പുഴയുടെ തലയിടുപ്പായി മാറുന്ന ലക്ഷണ ശ്രീമാൻ. പാറമേക്കാവിന്റെ തട്ടകം കിടന്ന കിഴക്കിന്റെ വെനീസിന് അഭിമാനമായവൻ. തിരുവൈക്കത്തപ്പൻ ഇരുന്നെഴുന്നള്ളുന്ന ഉത്തമ പീഠം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തമ ഗജരാജൻ. നാടൻ തമ്പുരാന്മാരുടെ മനസ്സറിഞ്ഞ കോടനാടിന്റെ വീരപുത്രൻ, വീരഹസ്താധിപതി മുല്ലക്കൽ ബാലകൃഷ്ണൻ. അങ്ങനെ മുല്ലക്കൽ ബാലകൃഷ്ണൻ നമുക്ക് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. തോട്ടേക്കാട് വിനായകനും അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സമയം നാളെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ്. അതുകൊണ്ട് ഇനി രാമനിലേക്ക് പോകണം, ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയിലേക്ക് പോകണം. അതേപോലെ ദിലീപ് ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ രാമനുണ്ട്, അമ്പലപ്പുഴ വിജയകൃഷ്ണൻ നമ്മൾ പറഞ്ഞു. ഒരുപാട് കമന്റുകളാണ് വരുന്നത്. രാമനെ കുറിച്ച് എവിടെ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞത് ഒന്ന് പറയണമെന്നൊരു കമന്റ് ഇട്ടാൽ വളരെ സന്തോഷം. ആ കമന്റ് ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും അതിനു മുൻപ് എന്താ പറയാ, തോട്ടേക്കാട്ട് വിനായകനെ കുറിച്ച് പറയാം. ഏത് രാമനെ കുറിച്ചുള്ള കമന്റ് വേണം എന്ന് ഞാൻ ആദ്യം കാണുന്നു. ആ രാമനെ കുറിച്ചുള്ള ഡയലോഗ് പറയാം. അക്ഷരനഗരിയുടെ തിലകക്കുറി പോൽ തിളങ്ങി വിളങ്ങുന്ന കോട്ടയം തോട്ടേക്കാട്ടു തറവാട്ടിലെ ഇളമുറ തമ്പുരാൻ. രാജശേഖരനും കണ്ണനും വാഴുന്ന മണ്ണിലെ യുവസുന്ദരൻ കടന്നു വരുന്നു. ഗജയുവരാജൻ തോട്ടേക്കാട്ടു വിനായകൻ. മറുനാടൻ കാട്ടിൽ ജനിച്ച് മലനിരതിങ്ങം മലയാള നാട്ടിൽ എത്തപ്പെട്ട മറുനാടൻ ആനച്ചന്തം. ആനച്ചൂരിന് പാരമ്പര്യ കരുത്തു പകരുന്ന തോട്ടേക്കാട്ടു തറവാടിൽ വാഴുന്ന യുവകളഭസുന്ദരൻ. പേരും പെരുമയും നേടാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്ന, ശീലിക്കാതെ തന്റേതായ അടക്കവും ഒതുക്കവും കാത്തു സൂക്ഷിക്കുന്നവൻ, സാക്ഷാൽ ഗജയുവരാജൻ തോട്ടേക്കാട്ട് വിനായകൻ. അങ്ങനെ രാമനിലേക്ക് കടക്കുകയാണ്. രാമനിലെ ഏത് ഭാഗമാണ് വേണ്ടത്, എവിടത്തെയാണ് വേണ്ടത് എന്ന് ചെർപ്പുളശ്ശേരി പാർത്ഥനെ കുറിച്ച് നമ്മൾ സ്മരിച്ചിരുന്നു. ഒരുപാട് ഉണ്ട്. നമുക്ക് മുന്നിൽ സമയമില്ല എന്നാണ് ഇതിന്റെ അഡ്മിൻസ് നമ്മളിപ്പോ ഒരു മെസ്സേജ് ഞാൻ കണ്ട പോലെ തോന്നി. നമുക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കൂടി തരാമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അമ്പലപ്പുഴ വിജയകൃഷ്ണൻ പൊളിച്ചു. ശൈലേഷ് ചേട്ട, അഖിൽ മോഹൻ സന്തോഷം, വളരെ സന്തോഷം. ഇനി നമുക്ക് രാമൻ ഏത് വേണം എന്നാണ്. തൃക്കടൂർ ശിവരാജു, അഭിജിത്ത് പാച്ചൂർ നമ്മൾ പറഞ്ഞു. രാമൻ എവിടുത്തെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ഒരു രാമന്റെ ഒരു എൻട്രി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേവരെ എവിടുത്തെ രാമൻ വേണം എന്നുള്ളൊരു അനീഷ് വാനൂർ, ഉദയനാപുരത്തപ്പന്റെ വിവരണം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. വില്ലൻ പറഞ്ഞു നമ്മൾ. ചേട്ടാ ഒരുപാട് സന്തോഷം. രഞ്ജിത്ത്, ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. സ്വാമി ശരണം. ചെർപ്പുളശ്ശേരി പാർത്ഥനെ കുറിച്ച് നമ്മൾ സ്മരിച്ചു. ഷിബു ലൗട്ടോളി രാമൻ. എന്തായാലും രാമനെ കുറിച്ച് ഏത് ഭാഗം വേണമെന്ന് ഇതേവരെ കമന്റ് വരാത്ത സ്ഥിതിക്ക് എനിക്ക് ഇഷ്ടം ഉള്ള ഒരു രാമന്റെ ഒരു എൻട്രിയും, അതേപോലെ ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയും,
അതേപോലെ ഓമല്ലൂർ മണികണ്ഠനും ചേർത്ത് ഈ ഒരു പരിപാടി ഇവിടെ രക്തകണ്ഠ സ്വാമിയുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഒരു ആവേശത്തോടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തളച്ചിട്ട് നിർത്തി തകർത്ത് കളയാമെന്ന പാഴ് സ്വപ്നം കണ്ട കൂപ മൺഭൂഖങ്ങളെ ദാ കണ്ണു നിറച്ചു കണ്ടോളൂ. വരികയാണ് വരികയാണ് രാമരാജാവ് വരികയാണ്. വിമർശിച്ചവരെല്ലാം എവിടെയാണ്? വെല്ലുവിളിച്ചവരെല്ലാം ഓടിമറഞ്ഞു പോ. അതെ, വരികയാണ് രാജാവ്. ഏത് പ്രതിസന്ധികളുടെ കിങ്കര കോട്ടകളെയും തച്ചുടച്ച് തകർത്തവനാണ് രാമൻ. എട്ടുദിക്കും ഞെട്ടിച്ചെന്തും നേടിയെടുത്ത് ഏകഛത്രാധിപതി ആയവനാണ് രാമൻ. ഏതെങ്കിലും നാലാൾ കൂടി നിന്ന് നാവുകൊണ്ട് പറഞ്ഞപ്പോൾ നായകനായവനല്ല രാമൻ. നാലാളെ കൂട്ടുനിർത്തി നട്ടെല്ല് വളയ്ക്കാതെ നിവർന്നു നിന്ന് പലതും പലതും നേടിയെടുത്തവനാണ് രാമൻ. തളർത്താനും തകർത്താനും നോക്കിയിരിക്കുന്നവരുടെ മുന്നിലേക്ക് തങ്കത്തിളക്കമോടെ വരുന്നു രാമരാജാവ്. വിവാദങ്ങളുടെ പാഴ്സരങ്ങൾ കൊണ്ട് വെറുതെ അങ്ങ് എയ്തു വീഴ്ത്തിയേക്കാമെന്ന് കരുതിയവരുടെ കണക്ക് കൂട്ടലുകൾക്കെല്ലാം കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വരികയാണ്. പണ്ടും പണ്ടും പലരും പലരും കണ്ടു മോഹിച്ചതാണ് പാഴ്സ്വപ്നങ്ങൾ. പാഠങ്ങൾ കണ്ടു പഠിക്കാത്തവർ പലതും കണ്ടു പേടിക്കാൻ ഒരുങ്ങിക്കോളൂ. വരുന്നത് പടയാളിയോ ഭടനോ മന്ത്രിയോ അല്ല, രാജാവാണ്. രാജാവ് വരുന്നത് രാമനാണ്. വരവ് രാജകീയമാണ്. ഇതാ കണ്ണ് നിറച്ച് കണ്ടോളൂ രാമരാജാവിന്റെ പടയോട്ടം. അങ്ങനെ രാമരാജാവ് ഇപ്പോഴാണ് തിരുനക്കരയുടെ എൻട്രി വരുന്നത് എന്റെ മുന്നിലേക്ക്. എന്തായാലും നമുക്ക് മുന്നിൽ സമയം ഇല്ലാത്തത് കൊണ്ട്, പറഞ്ഞിരിക്കുന്ന സമയം അതിക്രമിച്ചത് കൊണ്ട് ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടിയിലേക്ക് കടക്കുകയാണ്. തന്റെ വെളുത്ത മതഗിരിയഴക് ചാർത്തി നൽകുന്ന സുന്ദര പരിവേഷവുമായി വരികയാണവൻ. ഗജരാജകേസരി ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടി. കരിമ്പനകളുടെ നാട്ടിൽ കാറ്റിന്റെ ചൂളം വിളിക്ക് കാതോർത്ത് വിരാജിച്ചിരുന്ന പഴയ പാലക്കാടൻ. നാഗേരി തിരുവേനി മലയാള മണ്ണിന് കണ്ടെത്തിക്കൊടുത്ത സുന്ദര ഗജരാജൻ. കരുണാദായനായി ഓമല്ലൂർ വാഴും ശ്രീ രക്തകണ്ഠ സ്വാമിയുടെ മണ്ണിൽ മണികണ്ഠനൊപ്പം വിരാജിക്കുന്നവൻ. വടക്കൻ ബീഹാറിന്റെ വശ്യതയുള്ള ആൺപിറപ്പ് കടന്നു വരുന്നു ഓമല്ലൂർ ഉണ്ണിയേട്ടന്റെ കൊമ്പനാന. ഓമല്ലൂരിന്റെ മണ്ണിന്റെ ഓമനക്കാരൻ ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടി. അസാമാന്യ മുഖ സൗന്ദര്യം കൊണ്ട് ആരെയും ഒറ്റ നിമിഷം കൊണ്ട് ആകർഷിച്ചു ചേരുന്ന സാക്ഷാൽ ഓമല്ലൂർ ഗോവിന്ദൻ കുട്ടി, നിനക്കൊരായിരം സ്വാഗതം. ഇനി നമുക്ക് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിയുടെ പൊന്നോമന പുത്രൻ ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ചും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ലൈവ് പ്രോഗ്രാം സമർപ്പിക്കുകയാണ്. ഇത്രയും നേരം കൂടെ നിന്ന് ആവേശം തന്ന മുഴുവൻ ആന പ്രേമികൾക്കും, അതേപോലെ രക്തകണ്ഠ സ്വാമിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിന് പൂരങ്ങളും ഉത്സവങ്ങളും മാറി നിന്ന് ഈ സമയത്ത് ക്ഷണിച്ചതിലും ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ അവസരം തന്നതിലും അതിലെ മുഴുവൻ അഡ്മിൻ പാനലിലും പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകളും നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നന്ദി പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാം ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓമല്ലൂർ ഉണ്ണിയേട്ടന് എന്റെ 1000 ഹൃദയംഗമായ സ്നേഹം. അതേപോലെ മുഴുവൻ പ്രവർത്തകർക്ക്. ഓമല്ലൂർ നമ്മൾ 2 വട്ടം വന്നിട്ടുണ്ട്, ഊട്ടിന് വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഭഗവാന്റെ പ്രസാദം കഴിച്ചു മടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു നാടാണ്, ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. ആ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ, അവിടുത്തെ വിവരങ്ങൾ അറിയുവാൻ ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിയുടെ പേജ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഈ ഒരു സമയത്ത് വിനീതമായി അറിയിക്കുകയാണ്. ഓമല്ലൂർ മണികണ്ഠനെ കൂടി പറഞ്ഞുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ പാകപ്പിഴകൾ വന്നു ചേർന്നിട്ടുണ്ടാകാം. അതിലെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നു